ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമുക്കറിയാം, ലോകത്ത് വിപ്ലവങ്ങൾ സംഘടിപ്പിക്കാൻ, ലോകത്ത് വിപ്ലവങ്ങളുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ വിപ്ലവങ്ങളുടെയും ശില്പികൾ യുവാക്കളായിരുന്നു. നമുക്കറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മീററ്റിൽ നിന്ന് ഉത്ഭവിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ശില്പികൾ അന്നത്തെ കോളേജ് വിദ്യാർത്ഥികളായിരുന്നു. ലോകത്ത് എന്തിനും പരിവർത്തനത്തിന് മുന്നോട്ട് നിൽക്കാൻ ഈ യുവാക്കൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഈ യുവ സമൂഹത്തിൻ്റെ എല്ലാത്തരം ചിന്തകളും പ്രവൃത്തികളും എല്ലാ കർമ്മശേഷിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു പറ്റം ശക്തികൾ വല വിരിച്ചുകൊണ്ട് ഈ യുവ സമൂഹത്തെ തിന്മയുടെ പാതയിലേക്ക് നയിക്കുമ്പോൾ സമത ഉയർത്തിപ്പിടിക്കുന്നത് ഈ യുവതയുടെ കർമ്മശേഷി നന്മയുടെ ഭാഗത്തേക്ക് ഉയർത്തി നിൽക്കുവാൻ നമ്മൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായി പരിശ്രമിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരിപാടിയിലേക്ക് സന്നിഹിതരായ എൻ്റെ എല്ലാ യുവ സുഹൃത്തുക്കൾക്കും എല്ലാ യുവതി സുഹൃത്തുക്കൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മോട് സംവദിക്കുവാൻ വേണ്ടി PMA ഗഫൂർ സാഹിബിനെ ക്ഷണിക്കുകയാണ്. മുകളിൽ സ്പേസ് കുറവാണ്, അപ്പോൾ താഴെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് താഴെ പോകാവുന്നതും അവിടെ സ്ക്രീൻ ഉണ്ട്, നമുക്കതിൽ കാണുന്നതാണ്. അത് ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അവിടെ കൂടി നിൽക്കുന്നവർക്ക് ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വരാം. അവിടെ കൂടി നിൽക്കുന്നവർക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ വന്നോളൂ, ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരുന്നോളൂ. ഞാനും കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കും. തുടങ്ങട്ടെ? ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെയുണ്ടായിരുന്നുവെന്നതിനൊരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയുമുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടുമാത്രം മതി. ഇനിയുമുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടുമാത്രം മതി. ഇതിലുമേറെ ലളിതമായെങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവന്. ഇതിലുമേറെ ലളിതമായെങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവന്. അത്രമേൽ ഒരു കുഞ്ഞു ജീവിതം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന പൂമ്പാറ്റകളാണ് ഞാനും നിങ്ങളും. താനൊരു പൂമ്പാറ്റയായതായി സ്വപ്നം കണ്ട ഒരു വലിയ ഗുരുവിൻ്റെ കഥയുണ്ട്. ഉണർന്നപ്പോൾ അദ്ദേഹം ആലോചിച്ചത് ഇങ്ങനെയായിരുന്നു: പൂമ്പാറ്റ ആയതായി സ്വപ്നം കാണുന്ന മനുഷ്യനാണോ ഞാൻ, അതല്ല മനുഷ്യനായതായി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പൂമ്പാറ്റയാണോ?
ഞാൻ ഈ അടുത്ത് വായിച്ച ഒന്ന് രണ്ട് പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ ആരംഭിക്കാൻ തോന്നുന്നു. ഒരു പുസ്തകത്തിൻ്റെ പേര് ഡൈ എം ടി എന്നാണ്. എന്താണ് ഡൈ എം ടി? അർത്ഥം എന്താണ്? ശൂന്യമായി മരിക്കുക, ശൂന്യമായിട്ട് മരിക്കുക. ആ പുസ്തകത്തിൽ ഒരു വലിയ ഗുരു ആ ഗുരുവിൻ്റെ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നുണ്ട്, ലോകത്തെ ഏറ്റവും സമ്പന്നമായ പ്രദേശം ഏതാണ്? സമ്പന്നമായ പ്രദേശം ഏതാണ് എന്ന ചോദ്യത്തിന് സാധാരണ നമ്മൾ പറയുന്ന ഉത്തരങ്ങളൊക്കെ അവിടെയുള്ള കുട്ടികൾ പറയുന്നുണ്ട്. പാരീസ് എന്ന് പറയുന്നുണ്ട്, സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നുണ്ട്, ആഫ്രിക്കയിലെ സ്വർണ്ണഖനികൾ എന്ന് പറയുന്നുണ്ട്, അറേബ്യയിലെ എണ്ണപ്പാടങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടും ഗുരു പറഞ്ഞു ആ ഉത്തരമൊക്കെ തെറ്റാണ്. പിന്നെ ഏതാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ പ്രദേശം? ആ ചോദ്യത്തിന് ഗുരു ഉത്തരം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അത് ശ്മശാനങ്ങളാണ് എന്ന്. എന്നിട്ട് ഗുരു പറഞ്ഞു, എഴുതപ്പെടാതെ പോയ എത്രയെത്ര കഥകളും കവിതകളുമാണ് ആ മരിച്ചു കിടക്കുന്നത്. പറയപ്പെടാതെ പോയ എത്രയെത്ര പ്രണയവും സ്നേഹബന്ധങ്ങളുമാണ് ആ മണ്ണ് മൂടിക്കിടക്കുന്നത്. ചേർത്ത് പിടിക്കാതെ പോയ എത്രയെത്ര ആലിംഗനങ്ങളാണ് ആ മഞ്ഞ് മൂടിക്കിടക്കുന്നത്. പകരാതെ പോയ എത്രയെത്ര ചുംബനങ്ങളാണ് ആ മണ്ണ് മൂടിക്കിടക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും സമ്പന്നമായ പ്രദേശം എന്ന് പറയുന്നത് കബറിടങ്ങളാണ്, ശ്മശാനങ്ങളാണ് എന്ന് ഗുരു പറഞ്ഞു കൊടുത്തു. നമ്മൾക്കിങ്ങനെ ശ്വാസം ഉണ്ട് എന്ന് നല്ല ഉറപ്പുള്ള ഈ നിമിഷം ഉണ്ടല്ലോ, ഇതിൻ്റെ പേരാണ് ജീവിതം എന്ന് പറയുന്നത്, അല്ലേ? കഴിഞ്ഞു പോയതിലൊന്നും ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചിട്ട് അത് നമ്മൾ ഉപേക്ഷിച്ചേ പറ്റൂ. വരാനിരിക്കുന്നത് നമുക്കുണ്ടോ ഇല്ലയെന്ന് പോലും നമുക്കറിയില്ല. പിന്നെ എന്താണ് ഈ ജീവിതം എന്ന് അറിയണതെന്നറിയോ? നമ്മളിങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൻ്റെ പേരാണ്. അതുകൊണ്ട് ഈ നിമിഷത്തെ ആസ്വദിക്കാൻ നമ്മൾ പഠിച്ചേ പറ്റൂ. നമ്മുടെ വീട്ടിലെ ഏറ്റവും നല്ല പാത്രങ്ങൾ ഉമ്മ നമുക്ക് തരുമോ? തരൂല. കഴുകി തുടച്ചിട്ട് അലമാരയിൽ വെച്ചിട്ടുണ്ടാവും. ഏറ്റവും നല്ല മേശവിരിപ്പ് നമ്മുടെ വീട്ടിൽ വിരിച്ചിട്ടുണ്ടാവില്ല, അത് അലമാരയിൽ മടക്കി വെച്ചിട്ടുണ്ടാവും. ഏറ്റവും നല്ല ബെഡ്ഷീറ്റ് നമ്മുടെ വീട്ടിൽ ആരും ഉപയോഗിക്കുന്നില്ല, അത് അലമാരയിൽ എടുത്തു വെച്ചിട്ടുണ്ടാവും. നമ്മളെന്താ പറയുക? ചോദിച്ചാൽ ഉമ്മ എന്താ പറയുക? ആരോ വരാനുണ്ട് എന്നാ പറയുക. ഏതോ വരാനുള്ളൊരു അതിഥിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് ഏറ്റവും മുന്തിയതൊക്കെ. ആരും വരാനില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് വരാവുന്ന ഏറ്റവും നല്ല അതിഥിയുടെ പേര് നമ്മൾ എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല മേശവിരി തന്നെ വിരിച്ചോളൂ, ഏറ്റവും നല്ല പുതപ്പ് വിരിച്ചിട്ട് കിടന്നുറങ്ങിക്കോളൂ, ഏറ്റവും നല്ല ചായ പിന്നെയും കുടിച്ചോളൂ. ഈ നിമിഷത്തിൻ്റെ പേരാണ് ജീവിതം എന്ന് ഏറ്റവും നന്നായി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. അയാളുടെ പേര് മിസ്റ്റർ ബീൻ എന്നാണ്, അല്ലേ? അവനവനെ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യൻ. ആരും വേണ്ട മൂപ്പർക്ക് ടെഡ്ഡി ബിയർ മാത്രം മതി. മൂപ്പര് ഈ ജീവിതത്തെ തന്നെ ഒരു ഫെസ്റ്റിവലായിട്ട് സ്വീകരിക്കും. എത്ര മനോഹരമായൊരു കൺസെപ്റ്റാണ് അത് എന്ന് ആലോചിച്ച് നോക്കൂ. അവനവനെ സ്നേഹിക്കാൻ കഴിയുന്നിടത്താണ് ഒരു മനുഷ്യന് ഈ ലോകത്തെ തന്നെ സ്നേഹിക്കാൻ കഴിയുക. വേറെ ആരും സ്നേഹിക്കുന്നില്ലെങ്കിലും നമ്മളെങ്കിലും സ്നേഹിക്കണം, നമ്മളെങ്കിലും നമ്മളെ സ്നേഹിക്കണം. ഒരു വലിയ മാഷ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു ദിവസം 2000 രൂപയുടെ നോട്ടുമായിട്ടാണ് വന്നത്. എന്നിട്ട് ആ 2000 രൂപ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് കുട്ടികളോട് ചോദിച്ചു, ഈ 2000 രൂപ ആർക്കാണ് വേണ്ടത്? അപ്പോൾ കുട്ടികളെല്ലാവരും എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് വേണം മാഷേ, എനിക്ക് വേണം. അപ്പം മാഷ് ആ നോട്ട് ഇങ്ങനെ താഴെ വെച്ചിട്ട് അതിൽ മണ്ണൊക്കെ ആക്കി, പൊടിയൊക്കെ ആക്കി. മണ്ണും പൊടിയൊക്കെ ആക്കിയതിന് ശേഷം ആ നോട്ട് പിന്നെയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു, ഇപ്പം ഇത് ആർക്ക് വേണം? അപ്പോഴും കുട്ടികളെല്ലാവരും പറഞ്ഞു, എനിക്ക് വേണം മാഷേ, എനിക്ക് വേണം. അപ്പോൾ മാഷ് ഒന്നുകൂടെ താഴെ ഇട്ടിട്ട് അതിലിങ്ങനെ ചവിട്ടി ചുളിച്ച് കാണാനൊരു ഭംഗിയില്ലാത്ത ആ നോട്ടിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു, ഇപ്പം ഇത് ആർക്ക് വേണം? അപ്പോഴും കുട്ടികളെല്ലാവരും പറഞ്ഞു, എനിക്ക് വേണം മാഷേ, എനിക്ക് വേണം. ചെളിയായിട്ടും പൊടിയായിട്ടും കാണാൻ ഒരു ഭംഗിയില്ലാതിരുന്നിട്ടും
പിന്നെയും പിന്നെയും ഈ നോട്ട് വേണം വേണം എന്ന് നിങ്ങൾ പറയാനുള്ള കാരണം എന്താണ് എന്ന് മാഷ് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞു, മാഷേ ചെളിയായാലും പൊടിയായാലും 2000 റുപ്യ 2000 റുപ്യനല്ലേ എന്ന്. അപ്പം മാഷ് പറഞ്ഞു കൊടുത്തു, ഇതുപോലെയാണ് ജീവിതം എന്ന്. ചിലപ്പോൾ ചെളിയും പൊടിയൊക്കെ ആകും, ചിലപ്പോൾ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, എന്നാലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. അത്രമേൽ വിലപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ ആയുസ് എന്ന് പറയുന്നത്. കുറച്ചേ ഉള്ളൂ, പക്ഷെ ഇങ്ങോട്ട് വന്നതിന് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, ചില കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനുണ്ട്. നമുക്ക് എവിടെയാണോ ഉള്ളത് അവിടെ വെച്ചിട്ട്, ആരാണോ കൂടെ ഉള്ളത് അവരോടൊപ്പം, എന്താണോ കൂടെ ഉള്ളത് അതുകൊണ്ട് ഈ ജീവിതത്തെ നമ്മളൊരു ആഘോഷമാക്കണം. ചെയ്യാനുള്ള കുറച്ച് കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ലോകത്ത്. അതെന്താണ് എന്ന് ഓരോരുത്തരും അറിഞ്ഞ് അവനവൻ എന്താണോ ഈ ലോകത്ത് ചെയ്യാനുള്ളൊരു മിഷൻ, ആ മിഷൻ തിരിച്ചറിഞ്ഞിട്ട് ഈ ജീവിതത്തെ മനോഹരമാക്കിയിട്ട് ഒരു അപ്പൂപ്പൻ താടി പോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഓരോ മനുഷ്യനും ഈ ലോകത്ത് വന്നതിന് ഓരോ മനുഷ്യനും ഓരോ ലക്ഷ്യമുണ്ട്. ഓരോ മനുഷ്യനും ഈ ലോകത്ത് ചെയ്യാനുള്ളത് ഓരോ മിഷനാണ്. അതുകൊണ്ടാണ് ഓരോ ആളുകൾക്ക് ഓരോ ടേസ്റ്റൊക്കെ കൊടുക്കുന്നത്. ഒരേ വീട്ടിൽ തന്നെ 5 മക്കളുണ്ടെങ്കിൽ ഈ 5 മക്കൾക്കും 5 തരത്തിലുള്ള വാസനകളായിരിക്കും, ടേസ്റ്റ് ആയിരിക്കും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, നിറത്തിൻ്റെ കാര്യത്തിൽ, ആഗ്രഹങ്ങളുടെ കാര്യത്തിൽ, സൗഹൃദങ്ങളുടെ കാര്യത്തിൽ, പഠനങ്ങളുടെ കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കൂലേ, നമ്മൾ രണ്ടാളും ഒരേ വാപ്പൻ്റെയും ഉമ്മൻ്റെയും കുട്ടികളല്ലേ, എന്നിട്ട് എന്താ ഞാൻ ഇഷ്ടപ്പെടുന്നത് നിനക്കിഷ്ടമില്ലാത്തത്, നീ എന്താ കാപ്പി കുടിക്കാത്തത്, നിനക്കെന്താ ബിരിയാണി ഇഷ്ടമില്ലാത്തതെന്നൊക്കെ ചോദിക്കൂലേ? ഒറ്റ കാരണമേ ഉള്ളൂ, അയാൾക്ക് വേറൊരു മിഷൻ അവിടെ ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് നമ്മളെ രണ്ടാളെ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ഒരാൾ മതിയായിരുന്നു. ഈ രണ്ടാളുകൾക്ക് 2 ടേസ്റ്റ് കൊടുത്തതിൻ്റെ കാരണം രണ്ടാളുകൾക്ക് 2 കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുള്ളതുകൊണ്ടാണ്. അതെന്താണ് എന്ന് ഓരോരുത്തരും തിരിച്ചറിയുമ്പോഴാണ് ഈ ജീവിതത്തെ ഏറ്റവും ആനന്ദകരമായ ഒരു അനുഭവമാക്കി മാറ്റാൻ കഴിയുള്ളൂ. ഈ അടുത്ത് വായിച്ച ഒരു പുസ്തകമുണ്ട്. പുസ്തകത്തിൻ്റെ പേര് എ മാൻസ് സെർച്ച് മീനിങ് എന്നാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ വാങ്ങണം കേട്ടോ ഈ പുസ്തകങ്ങളൊക്കെ, അത്രയും മനോഹരമാണ് അതിൽ പറയുന്ന ആശയങ്ങൾ. എ മാൻസ് സെർച്ച് മീനിങ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് വിക്ടർ ഫ്രാങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരു ന്യൂറോ സർജൻ ആയിരുന്നു. അദ്ദേഹം ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അകപ്പെട്ടു പോയ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള എല്ലാ ആളുകളെയും ഹിറ്റ്ലർ കൊന്നുകളഞ്ഞ്, ഇദ്ദേഹം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പം അദ്ദേഹം ആലോചിക്കുകയാണ്, ഇനി ജീവിക്കണ്ടെന്ന് തീരുമാനിച്ച് ഷേവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ആത്മഹത്യക്കൊരുങ്ങാണ്. ഒരു ന്യൂറോ സർജൻ അറിയാം എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യേണ്ടതെന്ന്. ഞരമ്പുകളെക്കുറിച്ച് അത്രയേറെ അറിയണ ആളാണ്. പക്ഷേ ആ റൂമിൽ വെളിച്ചുണ്ടായിരുന്നില്ല. അപ്പം അദ്ദേഹം ഒരു കസേരയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് മുകളിൽ കണ്ട ഒരു ചെറിയ ജനാല ഇങ്ങനെ തുറന്നു. ജനാല തുറന്ന സമയത്ത് വെളിച്ചം ഒന്നിച്ച് റൂമിലേക്ക് പാഞ്ഞു കയറി. അടുത്ത നിമിഷം അദ്ദേഹം മരിക്കാൻ പോവാണ്. അപ്പം ഇത്രയും കാലം ഇങ്ങനെ നടന്ന ഭൂമിയോട് യാത്ര ചോദിക്കുന്നത് പോലെ അദ്ദേഹം പുറത്തേക്ക് ഇങ്ങനെ തലയിട്ടിട്ട് നോക്കി. അങ്ങനെ പുറത്തേക്ക് നോക്കിയ സമയത്താണ് അദ്ദേഹത്തിന് ഒരു അത്ഭുതം തോന്നിയത്. കഴിഞ്ഞ തവണ അദ്ദേഹം പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കായിരുന്നു. ഇപ്പൊ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആകെ പൂക്കളാണ്. യൂറോപ്പിൽ പെട്ടെന്ന് സീസൺ മാറും അത്ര. അപ്പം നേരത്തെ വരണ്ട് കിടന്ന മണ്ണിൽ ഇപ്പോൾ ആകെയും പൂക്കളാണ്. അപ്പോഴാണ് അദ്ദേഹം ആലോചിച്ചത്, എൻ്റെ ജീവിതം ഇപ്പം ഇങ്ങനെ ഉണങ്ങിക്കിടക്കുകയാണ്, കുറച്ച് കഴിഞ്ഞാൽ പൂക്കൾ വരുമല്ലോ അത്. ആ ഒറ്റ ചിന്ത കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യയിൽ നിന്ന് പിന്മാറിയത്. പിന്നെ അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നറിയോ? ആ ക്യാമ്പിലുള്ള ഓരോ ആളെക്കുറിച്ചും അദ്ദേഹം പഠിക്കാൻ തുടങ്ങുകയാണ്. അദ്ദേഹം പഠിച്ചിട്ട് അദ്ദേഹം കണ്ടെത്തുന്ന കാര്യം 2 തരം മനുഷ്യർ അവിടെ ഉണ്ട് എന്നാണ്. ഒന്നാമത്തെ വിഭാഗം ജീവിതത്തെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. അവർക്ക് ജീവിതത്തെക്കുറിച്ചൊരു പ്രതീക്ഷയില്ല. ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല, ഇവിടെ അങ്ങോട്ട് മരിക്കും, ഇനിയൊരു തിരിച്ചുപോക്കൊന്നുമില്ല, ഇനിയൊരു മടങ്ങി വരവില്ല ശശിയെ എന്ന് പറഞ്ഞില്ല. അതുപോലെ ഒരു മടങ്ങി വരവോ ഒരു മടങ്ങിപ്പോക്കോ ഇല്ലാത്ത ജീവിതം തീർന്നു പോകും എന്ന് വിചാരിച്ചിട്ട് വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. അതാണ് ഒരു വിഭാഗം. എന്നാൽ രണ്ടാമത്തെ വിഭാഗം അങ്ങനെയല്ല, വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. അവർ വിചാരിക്കുന്നത് ഇവിടെ നിന്ന് തിരിച്ചെത്തും, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ നല്ലൊരു ജീവിതം വീണ്ടും സമ്മാനിക്കും ദൈവം എന്ന് വിചാരിച്ചിട്ട്
ജീവിക്കുന്ന ആളുകളാണ് രണ്ടാമത്തെ വിഭാഗം. കുറേ കാലം കഴിഞ്ഞ് കോൺസെൻട്രേഷൻ ക്യാമ്പൊക്കെ പിരിച്ചുവിട്ട്, പക്ഷെ ഈ ആളുകളെ ഇദ്ദേഹം വിട്ടില്ല. ഇതേ ആളുകളെ തന്നെ പിന്നെയും പിന്നെയും അദ്ദേഹം തെരഞ്ഞു പോവാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നെഗറ്റീവായിട്ട് ചിന്തിച്ച ആളുകളുണ്ടല്ലോ, അവർ പെട്ടെന്ന് രോഗത്തിന് അടിമകളായി മാറിയെന്ന്. വിഷാദ രോഗത്തിനും ശാരീരിക രോഗത്തിനും മാനസിക രോഗത്തിനും ഒക്കെ അടിമകളായി അങ്ങനെ തീർന്നു പോയി അവർ. എന്നാൽ പോസിറ്റീവായിട്ട് ചിന്തിച്ച വളരെ കുറച്ച് മനുഷ്യരുണ്ട്, ഒരുപാടൊന്നുമില്ല, പക്ഷെ അവരുണ്ടല്ലോ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ നല്ലൊരു ജീവിതത്തിലേക്കാണ് തിരിച്ചു വന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുള്ളൊരു തെറപ്പിയാണ് ലോഗോ തെറപ്പി എന്ന് പറയുന്നത്. ആ ലോഗോ തെറപ്പിയുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലൊന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞ എ മാൻസ് സെർച്ച് മീനിങ്. ആ പുസ്തകത്തിൽ പറയണ കാര്യം ഇതാണ്, ഓരോ മനുഷ്യനും ഈ ലോകത്ത് ജീവിക്കുന്നതിന് ഒരു മിഷനുണ്ട്. ഓക്കെ, ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നതിനൊരു മിഷനുണ്ട്. അതെന്താണ് ആ മിഷൻ? എങ്ങനെയത് കണ്ടെത്തുക? അത് കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നമുക്ക് വല്ലാത്ത മനസ്സിനൊരു സന്തോഷം ഉണ്ടാവില്ലേ? നമുക്കതുകൊണ്ട് പൈസ ഒന്നും വേണ്ട, നമുക്കതുകൊണ്ട് പ്രശസ്തി വേണ്ട, പൈസ വേണ്ട, ഒന്നും വേണ്ട. നമുക്കത് ചെയ്താൽ മതി. അത് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിനുണ്ടാകുന്ന വല്ലാത്തൊരു സന്തോഷമുണ്ട്, ഒരു ബ്ലിസ് ഫീൽ എന്നൊക്കെ പറയൂലേ, അങ്ങനെയുള്ളൊരു ആനന്ദം മനസ്സിനുണ്ടാവുക. ആ കാര്യമാണ്, നിങ്ങൾക്കത് എന്താണോ അതിനാണ് നിങ്ങൾ ഈ ലോകത്തേക്ക് വന്നത്. എനിക്കതെന്താണോ അത് ചെയ്യാനാണ് ഞാൻ ഈ ലോകത്തേക്ക് വന്നത്. ഇതാണ് എ മാൻസ് സെർച്ച് മീനിങ്ങിൻ്റെ അടിസ്ഥാന കാര്യമായിട്ട് പറയണത്. അങ്ങനെ ഒരു മനുഷ്യന് തൻ്റെ ഒരു മിഷൻ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയോ? ഒരാൾ വലിയ ശമ്പളക്കാരനൊക്കെ ആയിരിക്കും, പക്ഷെ അയാൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവില്ല. സെക്കൻഡുകൾക്ക് ശമ്പളം വാങ്ങുന്ന ആളായിരിക്കും, കോടിപതി ആയിരിക്കും അയാൾ, ഹാപ്പിനെസ് മാത്രം ഉണ്ടാവില്ല. കാരണം എന്താണ്? അയാൾ ഇങ്ങോട്ട് വന്നത് അതിനൊന്നും ആയിരുന്നില്ല, പൈസ ഉണ്ടാക്കാനൊന്നും ആയിരുന്നില്ല. അയാളുടെ ഉള്ളിൽ എവിടെയോ ഒന്നുണ്ട്, പാട്ട് പാടാനുള്ളൊരാഗ്രഹം, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാനുള്ളൊരാഗ്രഹം, അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ ആകാനുള്ളൊരാഗ്രഹം, അല്ലെങ്കിൽ ആളുകൾക്ക് കുഞ്ഞു കുഞ്ഞു നന്മകളൊക്കെ ചെയ്തു കൊടുക്കാനുള്ളൊരാഗ്രഹം. ഇങ്ങനെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ചെറിയ വിത്തുണ്ട്, അത് ജീവിത വഴികളിൽ എവിടെയോ മറഞ്ഞുപോയി. അതിനെപ്പോഴാണോ നിങ്ങളും ഞാനും കണ്ടെത്തുന്നത്, അപ്പം മുതൽ നമുക്കുണ്ടാകുന്ന ഒരു ജീവിതത്തിനുണ്ടാകുന്ന ഒരു ആഹ്ലാദമുണ്ട്, ഒരു ജീവിതാനന്ദമുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ആരാന്നറിയോ നിങ്ങൾ? നമുക്ക് അറിയാവുന്ന പരിചയമുള്ളൊരു ഉദാഹരണം പറയാം. ദക്ഷിണാഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിയ വക്കീലന്മാരിൽ ഒരാളായിരുന്നു MK ഗാന്ധി എന്ന് പറഞ്ഞൊരു ഇന്ത്യക്കാരൻ. ഒരു വലിയ ഓഫീസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സ്വന്തമായിട്ട്, അത്രയും വലിയ ഒരു വക്കീലായിരുന്നു. പക്ഷെ ഇടയ്ക്ക് എവിടെയോ വെച്ചിട്ട് അദ്ദേഹം ആലോചിക്കാൻ തുടങ്ങി, ഞാനിങ്ങോട്ട് വന്നത് വക്കീലാകാനൊന്നല്ല, എൻ്റെ നാട്ടിലെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്, അടിമകളെപ്പോലെയാണ് അവർ ജീവിക്കുന്നത്, അവരെ വിമോചിപ്പിക്കാതെയും അവരെ സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശത്തിലേക്ക് തുറന്നു വിടാതെയും ഞാനിവിടെ ഇങ്ങനെ വലിയ കോട്ടൊക്കെ ഇട്ടിട്ട് ശമ്പളക്കാരനായി ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്? ആ ഒരൊറ്റ ചിന്തയാണ് 1915 ജനുവരി മാസത്തിൽ ഇംഗ്ലണ്ട് വഴി ഇന്ത്യയിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ ആ മനുഷ്യൻ പുറപ്പെട്ടത്. അങ്ങനെ ആ മനുഷ്യൻ പുറപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് ഒരു ബാപ്പുജിയെ കിട്ടൂലായിരുന്നു. ഇതിൻ്റെ പേരാണ് ഒരാളൊരു മിഷൻ തിരിച്ചറിയുക എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ഇല്ലേ? അവനവനെ ഒരാൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ജീവിതത്തിൽ, ഈ ആയുസ്സിൽ നമ്മൾ നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. അവനവൻ്റെ ഉള്ളിൽ വലിയൊരു സാധ്യതയുണ്ട്, അത് കണ്ടെത്തണം. ഇംഗ്ലീഷിൽ സ്മാൾ ലെറ്ററിൽ ഐ എങ്ങനെ എഴുതുക നമുക്കറിയാലോ. ഒരു വരക്കും മുകളിലൊരു കുത്തും കൊടുക്കും, അല്ലേ? ഇതേ സാധനം തിരിച്ചിട്ടാൽ എന്താണ് വായിക്കുക? എക്സ്ക്ലമേഷനാണ്, അതിശയമാണ്. ഓരോ മനുഷ്യൻ്റെ അകത്തും ഇങ്ങനെ ഒരു അതിശയം പാർക്കുന്നുണ്ട്. ആ അതിശയത്തെ ഒരാൾ എപ്പോഴാണോ തിരിച്ചറിയുന്നത്, അപ്പോഴാണ് അയാളെ തിരിച്ചറിയുന്നത്. ഇതാണ് ആ മിഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിലേ മനുഷ്യർ ഹാപ്പിനെസ്സിലേക്ക് എത്തുള്ളൂ. ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് കിട്ടുന്ന ഒന്നിൻ്റെ പേരല്ല, അല്ലേ? നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ കണ്ടെത്തേണ്ട ഒന്നിൻ്റെ പേരാണ്. പുറത്തുനിന്ന് കണ്ടെത്തുന്ന ഒന്നാണ് എങ്കിൽ തീരൂലത്, നമുക്ക് കിട്ടൂലത്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അതങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ അവനവൻ്റെ ഉള്ളിലുള്ള ഒന്നാണ് അതെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ ആ ആഹ്ലാദവും ഹാപ്പിനെസ്സും നമുക്ക് കണ്ടെത്താൻ കഴിയും.
ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചൊരു പുസ്തകമുണ്ട്, ഓഷോയുടെ ഒരു പുസ്തകമാണ്. അതിൽ ഹോജയുടെ ഒരു കഥ പറയുന്നുണ്ട്. ഹോജയെ കേട്ടിട്ടില്ലേ? ഹോജയുടെ അടുത്ത് വലിയൊരു സമ്പന്നനായ ആൾ വന്ന്, വലിയ പണക്കാരനാണ്. ഇദ്ദേഹം ഹോജയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയ പണത്തിൻ്റെ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടി ഇങ്ങനെ കാണിച്ചിട്ട് ഹോജയോട് പറഞ്ഞു, ഹോജ, ധാരാളം പൈസ ഉണ്ട് എൻ്റെ കയ്യിൽ, ധാരാളം സമ്പന്നനായ ഒരാളാണ് ഞാൻ, പക്ഷെ എൻ്റെ മനസ്സിന് സന്തോഷമില്ല എന്ന് പറഞ്ഞു. എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഹോജ അതിന് എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച പാടെ ഹോജ എന്താ ചെയ്തത്? ആ പെട്ടി എടുത്തിട്ട് ഓടിക്കളഞ്ഞു. പെട്ടി എടുത്തിട്ട് ഓടിക്കളഞ്ഞു. ഇയാൾ ഹോജയുടെ പിന്നാലെ. രണ്ടാൾ ഓടുന്നത് കണ്ട് ആളുകളൊക്കെ ഒരുമിച്ച് കൂടി. എന്താ സംഭവം എന്ന് ചോദിച്ചു. അയാൾ എൻ്റെ പെട്ടി എടുത്ത് ഓടിക്കളഞ്ഞു. ഇയാൾ ക്ഷീണിച്ച് അവിടെ ഇരുന്നു. ആളുകളൊക്കെ വന്നു. ഇയാൾ കരഞ്ഞു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഹോജ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഹോജയുടെ കയ്യിൽ ആ പെട്ടിയുണ്ട്. ആ പെട്ടി ഇയാളുടെ കയ്യിലേക്ക് കൊടുത്ത്. ഇയാൾ പറഞ്ഞു, സമാധാനമായി എന്ന് പറഞ്ഞു. തുറന്നു നോക്കിയപ്പോൾ ഒരു പൈസ പോലും അതിന് പോയിട്ടില്ല. ഇയാൾ പറഞ്ഞു, സമാധാനമായി. അപ്പോൾ ഹോജ ചോദിച്ചു, നിങ്ങൾ നേരത്തെ എന്നോട് എന്താ പറഞ്ഞത്? സമാധാനമല്ല. അപ്പം നിങ്ങൾക്ക് എന്താ കിട്ടിയത്? സമാധാനം. അപ്പോൾ അത് എവിടുന്ന വന്നത് എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ആ സമാധാനം ഉണ്ടാവാനുള്ള കാരണം പണമാണോ? ആണോ? പണമായിരുന്നെങ്കിൽ നേരത്തെ അയാളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. അത് അയാളുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നില്ലേ? അയാളുടെ ഉള്ളിൽ നിന്നാണ് അത് വന്നത്. ദിസ് ഈസ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഈ ഹാപ്പിനെസ് ഒരാൾ കണ്ടെത്തുന്നില്ല എങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ ഒരു ആഹ്ലാദം ഉണ്ടാവില്ല. കുറേ പണത്തിന് വേണ്ടിയിട്ടൊന്നല്ല മനുഷ്യന്മാരിങ്ങോട്ട് വന്നത്. ഹാപ്പി ആവാനാണ്, മുഖത്ത് പുഞ്ചിരി ഉണ്ടാവാനാണ്. മനുഷ്യരുടെ അലോട്യൂണ് പോലും വിഷാദ ഗാനങ്ങളായിക്കൊണ്ടിരിക്കുക. നമ്മൾ ചില ആളുകളെ വിളിക്കുമ്പോൾ കേൾക്കുന്നത് വിഷാദ ഗാനങ്ങളൊക്കെയാണ്. ആളുകൾ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. മുഖത്ത് വലിയ സന്തോഷമില്ലാതായി പോവുകയാണ് മനുഷ്യർക്ക്. ആ സന്തോഷത്തെ തിരിച്ചു പിടിക്കണം. ആ സന്തോഷത്തെ തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണത്. നമ്മൾ ഏറ്റവും ഹാപ്പിനെസ് ആവുന്നത് എന്തിലാണോ അതിൽ നമ്മൾ മുഴുകിക്കൊണ്ടിരിക്കണം. അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ നിങ്ങൾ? നമ്മൾ മാത്രം ഹാപ്പി ആയാൽ പോരാ. നമ്മൾ മാത്രം ഹാപ്പി ആയാൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവില്ല. ഉണ്ടാവുക? ഉണ്ടാവില്ലല്ലോ. അതിന് കഥ പറയാം. ഒരു കുരുവിയുടെ കഥയാണ്. ആ കുരുവി ഇങ്ങനെ പല രാജ്യങ്ങളിലൂടെ കറങ്ങുന്നു. പല രാജ്യങ്ങളിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ആ കുരുവിയുടെ ഏറ്റവും നല്ല ചങ്ങാതിയുടെ അടുത്തേക്ക് വന്നിരുന്നു. കുരുവിയുടെ ഏറ്റവും നല്ല ചങ്ങാതിയുടെ പേര് ഒരു പർവ്വതം എന്നാണ്. കുരുവിയും എല്ലാവരും ഒന്ന് ചിരിച്ചേ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈയ്യെടുത്ത് എല്ലാവരും. ഹലോ ഹലോ ഹായ്. അടുത്തിരിക്കുന്ന ആൾക്ക് കൈയ്യെടുത്താൽ മതി, നമ്മൾ ശരിക്കും അല്ലേ? അതെന്തുകൊണ്ടാണെന്നറിയോ? ഒരാളിങ്ങനെ തൊടുമ്പോഴൊക്കെ നമ്മളറിയാത്ത ചിലത് നമ്മുടെ ഉള്ളിലിങ്ങനെ നടക്കുന്നുണ്ട്. ഇതേ ആൾ നേരത്തെ നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലേ? ഇപ്പം എന്താ സംഭവിച്ചത്? ഇപ്പം നമ്മൾ അയാളൊന്ന് ശ്രദ്ധിച്ചു. ഏതൊരു ബന്ധവും മനോഹരമാകുന്നത് അടുത്തൊരാൾ ഉണ്ടാകുമ്പോഴല്ല, നമ്മൾ അയാളൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോഴാണ് അല്ലേ? അതുകൊണ്ടാണ് ചില വീടുകളിൽ നിന്നൊക്കെ ഇങ്ങനെ കേൾക്കണേ, ഞാനിങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം പോലും നിങ്ങൾ മറന്നുപോയില്ലേ എന്നൊക്കെ ചോദിക്കും. ആളുണ്ട്, ഒരേ ബെഡിലാണ് കിടക്കണ, ശ്രദ്ധിക്കണില്ല. അങ്ങനെ ഒരാൾ അരികിലുണ്ടല്ലോ എന്നുള്ളത് ആലോചിക്കുന്ന പോലുമില്ല മനുഷ്യർ. ബന്ധങ്ങൾ മനോഹരാകാനുള്ള കാരണം അത്രയേ ഉള്ളൂ കേട്ടോ. ഒരാൾ അടുത്തുണ്ടായതുകൊണ്ടൊന്നും കാര്യമില്ല, നമ്മൾ ശ്രദ്ധിക്കുമ്പോഴേ നന്നാവുള്ളൂ ബന്ധങ്ങൾ. ആ കഥയെക്കുറിച്ചാണ് പറയണത്. നമ്മളീ പറഞ്ഞുകൊണ്ട് വന്ന കാര്യവുമായി നല്ല ബന്ധം അതിനുണ്ട് കേട്ടോ. അപ്പോൾ കുരുവി പല രാജ്യങ്ങളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതിൻ്റെ ചങ്ങാതിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. ചങ്ങാതി ആരാണ്? പർവ്വതം. കുരുവിയും പർവ്വതവും. കുരുവിയും ഒരു ബന്ധമില്ലല്ലേ? ഉണ്ടോ? ഒരു മാച്ചില്ല. നിങ്ങൾ 96 എന്ന് പറഞ്ഞ സിനിമ ഉണ്ടോ? അതിൽ കാതലേ കാതലേ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. ആ പാട്ട് നല്ലോണം ശ്രദ്ധിച്ചാൽ അതിലൊരു ശബ്ദം കേൾക്കാം. തിമിംഗലത്തിൻ്റെ ശബ്ദമാണ്. വേറൊരു ശബ്ദമുള്ളത് ഒരു പ്രത്യേക തരം കുരുവിയുടെ ശബ്ദമാണ്. കുരുവിയും തിമിംഗലവും. കുരുവിയും തിമിംഗലവും അത് പാട്ടിനകത്ത് വരാൻ എന്താണ് കാരണമെന്ന് ആ പാട്ടിൻ്റെ മ്യൂസിഷ്യനോട് ചോദിക്കുന്നുണ്ട്, ഗോവിന്ദ് വസന്ത.
അപ്പം അദ്ദേഹം പറയുന്നുണ്ട് അതിനൊരു കാരണമുണ്ട്. അദ്ദേഹം കുട്ടിക്കാലത്ത് കേട്ട ഒരു പോയട്രിയാണ്. ആ പോയട്രിയിൽ ഒരു തിമിംഗലവും ഒരു കുരുവിയും സ്നേഹത്തിലായ കഥയാണ്. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒന്നിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ഒരിക്കലും ഒന്നിക്കാൻ കഴിയാത്ത രണ്ടാളുകളുടെ കഥയാണ് ആ സിനിമയും പറയുന്നത്. അതുകൊണ്ടാണ് ആ ശബ്ദം അതിനകത്തിട്ടത് എന്ന്. ഇങ്ങനെ ചില ബന്ധങ്ങളുണ്ട് മനുഷ്യർക്കിടയിലുണ്ട്. അപ്പം കുരുവി വന്നിട്ട് പർവ്വതത്തിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ പർവ്വതം ചോദിക്കുന്നുണ്ട്, നീ എവിടെയൊക്കെ പോയി, ഏതൊക്കെ രാജ്യങ്ങളിലെ കാഴ്ചകൾ കണ്ടു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുരുവി പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ പോയി, പാകിസ്ഥാനിൽ പോയി, ബംഗ്ലാദേശിൽ പോയി. കുറേ രാജ്യങ്ങളുടെ പേരിങ്ങനെ പറയുന്നതിനിടയിൽ കുരുവി പർവ്വതത്തോട് ചോദിക്കുന്നുണ്ട്, അതല്ല ഇതൊക്കെ ഞാനെന്തിനാ നിന്നോട് പറയുന്നത്? നിനക്കിതൊക്കെ വല്ലതും അറിയോ? ഇന്ത്യ എന്താണ്, പാകിസ്ഥാൻ എന്താണ്? നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു പർവ്വതമല്ലേ, നിനക്കതൊന്നും അറിയില്ലല്ലോ. പർവ്വതം പറഞ്ഞു എനിക്കറിയാം. അതെങ്ങനെ? എനിക്ക് നിന്നെ മാത്രമൊന്നുമല്ല അറിയാം, എനിക്ക് എത്രയോ പക്ഷികളെ അറിയാം. ആ പക്ഷികളൊക്കെ പറഞ്ഞു തന്ന കഥകളിൽ നിന്ന് രാജ്യങ്ങളെ അറിയാം, രാജ്യങ്ങളിലെ കാഴ്ചകളെ അറിയാം, കാഴ്ചകളിലെ കൗതുകങ്ങളെ അറിയാം എന്നൊക്കെ പറഞ്ഞു. കുരുവി ചോദിച്ചു, എന്നാലും നിനക്ക് ചിറകില്ലല്ലോ, എന്നാലും നിനക്ക് ചിറകില്ലല്ലോ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് കുരുവിയെ ഒരു പരുന്ത് എടുത്തോണ്ട് പോയി. കുരുവിയെ ഒരു പരുന്ത് എടുത്തോണ്ട് പോയി. കുരുവിക്ക് ചിറകുണ്ട്, പക്ഷെ എന്തില്ല? വേരില്ല. പർവ്വതത്തിന് ചിറകില്ല, പക്ഷെ എന്തുണ്ട്? വേരുണ്ട്. കിലോമീറ്ററുകൾ നീളമുള്ള വേരുണ്ട്. നമ്മൾ പുറത്തേക്ക് കാണുന്നതിനേക്കാൾ അകത്തേക്കുണ്ട്. വീണുപോകില്ല. നമുക്കിത് രണ്ടും വേണം കേട്ടോ. നമുക്കിത് രണ്ടും വേണം. പറക്കാവുന്നത്ര ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള ചിറക് വേണം. അതേസമയം ആഴങ്ങളിലേക്ക് അള്ളിപ്പിടിച്ച് തകർന്നു പോകാതെ നമ്മളെ കാത്തുരക്ഷിക്കുന്ന വേരുകൾ നമുക്ക് ആവശ്യമുണ്ട്. ആ വേരുകളിൽ നമ്മുടെ ഉപ്പയുണ്ട്, നമ്മുടെ ഉമ്മയുണ്ട്, നമ്മുടെ ഇക്കാക്കയുണ്ട്, നമ്മുടെ ഇത്താത്തുണ്ട്, നമ്മുടെ അയൽക്കാരുണ്ട്, നമ്മുടെ കുടുംബക്കാരുണ്ട്, നമ്മുടെ ഗുരുനാഥന്മാരുണ്ട്, നമ്മുടെ നാട്ടുകാരുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ വേര് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മനുഷ്യരോടൊക്കെയുള്ള നമ്മുടെ ബന്ധം മനോഹരമാകുമ്പോഴാണ് ഈ ഹാപ്പിനെസ് പൂർത്തിയാവുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ വാപ്പനെയും ഉമ്മനെയും ഇങ്ങനെ നോക്കിയല്ലേ അവരുടെ ശരീരം ഇങ്ങനെ ചുളിഞ്ഞിട്ടുണ്ടാവും. വല്യപ്പനും വല്യമ്മനെയൊക്കെ കണ്ടില്ലേ ശരീരമൊക്കെ ഇങ്ങനെ ചുളിഞ്ഞത്? നമ്മുടെ ഉപ്പയും ഉമ്മയും ഇങ്ങനെ പ്രായത്തിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലും തോറും ശരീരത്തിലെ ചുളിവുകളൊക്കെ ഇങ്ങനെ പ്രകടമാവും. ചുളിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചോരയും നീരൊക്കെ കുറയാന്നാണ് കേട്ടോ. ഈ ചോരയും നീരൊക്കെ എങ്ങോട്ടാ പോയത്? മക്കളെ നോക്കിയാൽ മതി അല്ലേ. മക്കളുടെ ശരീരത്തിൽ നല്ല ചോരയും നീരൊക്കെ ഉണ്ടാവും. ഈ മക്കളിലേക്കാണ് ഉമ്മൻ്റെയും വാപ്പൻ്റെയും ചോരയും നീരും ഇങ്ങനെ പോയത്. നമ്മുടെ ഉമ്മൻ്റെയും വാപ്പൻ്റെയും ഒക്കെ യൗവനം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയാണ്. അവരുടെ ഏറ്റവും നല്ല കാലമൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ചെലവഴിക്കുക. നമ്മുടെ ഏറ്റവും നല്ല കാലം ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെലവഴിക്കുക? ആ രണ്ടാളുകൾ നമ്മുടെ പരിഗണനയിൽ അത്ര മുകളിലൊന്നും ആവില്ല, കുറേ താഴെ എടുക്കും. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ അനുഭവമാണ്, വേറെ ആരെയോ പറ്റി പറഞ്ഞതാ. ഒരാൾ ഗൾഫിലാണ് ജീവിക്കുന്നത്. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മോനെയും കൊണ്ട് ഷോപ്പിംഗ് മാളിലേക്ക് പോയി. അങ്ങനെ ഷോപ്പ് ചെയ്യുന്നതിനിടയിൽ എപ്പോഴോ ഈ കുട്ടിയെ കാണാതായി. കുട്ടി മിസ്സായി. കുറേ സമയം കുട്ടിയെ അന്വേഷിക്കുന്നുണ്ട്. കുറേ സമയം അന്വേഷിച്ചതിന് ശേഷമാണ് 2.5 മണിക്കൂർ നേരം കഴിഞ്ഞിട്ടാണ് കുട്ടിയെ കിട്ടുന്നത്. 2.5 മണിക്കൂർ നേരം കഴിഞ്ഞിട്ടാണ് കുട്ടിയെ കിട്ടുന്നത്. കൊടുക്കുന്നുണ്ട്.
ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞാൽ പോരെ? കാണൂലല്ലേ? അപ്പം അദ്ദേഹം പറയാണ്, ഷോപ്പിംഗ് മാളിലേക്ക് പോയിട്ടേ കുട്ടിയെ കാണാതായി. അങ്ങനെ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുട്ടിയെ കിട്ടുന്നത്. കിട്ടിയ പാടെ മൂപ്പര് ആ കുട്ടിയെ ഇങ്ങനെ വാരി പിടിച്ച് ഒരുപാട് ചുംബനങ്ങളൊക്കെ കൊടുത്ത് വീട്ടിലേക്ക്, ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോകുമ്പോൾ നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്തിരുന്നു. അങ്ങനെ ഭാര്യയോട് വന്നിട്ട് സംഭവമൊക്കെ പറഞ്ഞു. ഭാര്യ ചോദിച്ചു, കുട്ടിയെ കിട്ടിയില്ല, എന്നെ എന്തിനാണ് നാട്ടിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറയാ, 2.5 മണിക്കൂർ നേരെ എൻ്റെ കുട്ടിയെ കാണാതായപ്പോൾ ഞാൻ അനുഭവിച്ചൊരു വേദനയുണ്ട്. 2 കൊല്ലമായിട്ട് സ്വന്തം കുട്ടിയെ കാണാതായിരിക്കണ എൻ്റെ ഉമ്മ അനുഭവിക്കുന്ന വേദന എത്ര വലുതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഉമ്മനെ കാണണമെന്ന് പറഞ്ഞു. പണ്ടൊക്കെ നമ്മുടെ നാടുകളിൽ അനാഥരാകാറുള്ളത് കുട്ടികളാണ് അല്ലേ? എത്തീമാവുകൾ കുട്ടികളല്ലേ? ഇന്ന് എത്തീമാകുന്നത്, അനാഥരാകുന്നത് കുട്ടികളെ പോലെ തന്നെ വേറൊരു വിഭാഗം കൂടിയാണ്. അതാരാന്നറിയോ? വല്യപ്പയും വല്യമ്മ. ആരുണ്ടാവില്ല, വലിയൊരു വീട്ടിലുണ്ടാവും ഒരു വല്യപ്പയും വല്യമ്മയൊക്കെ കിടക്കണ. കുറച്ച് ജോലിക്കാരൊക്കെ ഉണ്ടാവും, കുറേ മരുന്നുണ്ടാവും ചുറ്റും. അങ്ങനെ 2 ആളുകൾ ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇരിക്കുന്നുണ്ടാവും. ആ ഇരിക്കണ 2 ആളുകളുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല നിധികളാണ്. ഈ വാപ്പയും ഉമ്മയും എന്നൊക്കെ പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവരെ സ്നേഹിക്കണം. കാരണം അവർ നമുക്ക് വേണ്ടി ജീവിച്ച ആൾക്കാരാണ്. നമ്മളെക്കുറിച്ച് മാത്രമല്ല അവർ ആലോചിച്ചിട്ടുള്ളൂ. ഇന്ന് നമ്മളെ സ്നേഹിക്കാനും കാത്തിരിക്കാനും ഒക്കെ കുറേ ആൾക്കാരുണ്ടാവും. നമ്മുടെ ചങ്ങാതിമാരുണ്ടാവും. ഇതൊക്കെ നമുക്ക് പ്രധാനപ്പെട്ട തന്നെയാണ്. പക്ഷേ ഈ ചങ്ങാതിമാരും സഹപാഠികളും ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് എന്നാണ് വന്നത്? നമ്മൾ ആരൊക്കെയോ ആയതിനു ശേഷമാണ് അവർ നമ്മളെ സ്നേഹിക്കാനൊക്കെ തുടങ്ങിയത് അല്ലേ? പക്ഷെ നമ്മൾ ഈ ലോകത്ത് തന്നെ ഇല്ലാതിരുന്നൊരു കാലത്ത് നമ്മളില്ല. അന്ന് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയ 2 ആൾക്കാരുണ്ട്, കാത്തിരിക്കാൻ തുടങ്ങിയ 2 ആൾക്കാരുണ്ട്. അതാണ് വാപ്പയമ്മ എന്ന് പറയുന്നത്. ശരിയല്ലേ? നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പോകുന്നത് നിങ്ങളുടെ വാപ്പൻ്റെ ഉമ്മൻ്റെ അടുത്തേക്കാണ്. എനിക്കങ്ങനെ പോകാൻ, ഉമ്മാനെ കളിയാക്കുന്നവർക്കൊന്നും കൊടുക്കുകയും ചെയ്യരുത്, അവർക്കൊന്നും ഉള്ളതല്ലത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ആനന്ദകരമായ അനുഭവമായി മാറേണ്ടത് നമ്മുടെ കൂടെയുള്ള മനുഷ്യരെ നമ്മൾ എത്ര പരിഗണിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, ഇതൊക്കെ പ്രധാനം തന്നെയാണ്. നിങ്ങൾ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടോ? നല്ല രസമുള്ളൊരു സിനിമയാണ് കേട്ടോ. മനുഷ്യബന്ധങ്ങളെക്കുറിച്ചൊക്കെ നന്നായി പറയുന്നുണ്ട് അതിൽ. ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയാം? അതിന് കിട്ടിയ ഏറ്റവും നല്ലൊരു മെസ്സേജ്, ആ സിനിമ കഴിയുമ്പോൾ നമുക്ക് ഒരു വലിയ കാര്യം മനസ്സിലാവുകയാണ്. ചിതറിക്കിടന്ന 4 സഹോദരന്മാരാണ്, ഒരു സ്നേഹമല്ല തമ്മിൽ. അവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഓരെന്നാണ്. ഒരുപാട് ആളുകളൊരു ഹോട്ടലിലോ മറ്റോ നിൽക്കുന്നുണ്ട്, പക്ഷേ ഈ കൂട്ടത്തിൽ ഒരാൾ എല്ലെടുത്തെറിയുന്നത് അവൻ്റെ സഹോദരനെ മാത്രമാണ്. അവിടെ 100 കണക്കിന് ആളുകളുണ്ട്, അവരൊന്നും അവൻ്റെ ശത്രുവല്ല. അവൻ ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, അതവൻ്റെ സഹോദരനാണ്. അങ്ങനെ കഴിഞ്ഞ 4 ആളുകളാണ്. പക്ഷെ ആ സിനിമ തീരുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാകുന്നൊരു കാര്യം ഇതാണ്, അവരുടെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് അവർ 4 ആളുകളും തന്നെയാണ്. അതിനേക്കാൾ വലിയ ലഹരിയൊന്നുമില്ല. വാപ്പി ഉമ്മയൊക്കെയാണ് ലഹരി എന്ന് പറയുന്നത്. അങ്ങാടിയിൽ കിട്ടുന്ന പാക്കറ്റൊന്നുമല്ല ലഹരി, വാപ്പി ഉമ്മയൊക്കെയാണ് ലഹരി. നമ്മുടെ ഇക്കാക്കി ഇത്താത്തിയാണ് ലഹരി, നമ്മുടെ അനിയനും നമ്മുടെ അനിയത്തിയുമാണ് ലഹരി, നമ്മുടെ ചങ്ങാതിയും നമ്മുടെ സഹപാഠിയൊക്കെയാണ് ലഹരി. മനുഷ്യനാണ് ലഹരി. മനുഷ്യനേക്കാൾ വലിയൊരു ലഹരിയൊന്നുമില്ല. ഈ മനുഷ്യൻ എന്ന ലഹരിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നന്നായി പഠിച്ചോൻ പഠിപ്പിച്ചു തന്നൊരു കാലമായിരുന്നു പ്രളയം എന്ന് പറയുന്നത്. ഒരു കൊല്ലമായി അല്ലേ? 2018 ആഗസ്റ്റ് 18 നമുക്ക് പറഞ്ഞു തന്ന ഏറ്റവും വലിയ പാഠം മനുഷ്യൻ്റെ വിലയായിരുന്നു. അന്യർക്ക് പ്രവേശനമില്ല എന്ന് നമ്മൾ എഴുതി വെച്ച എല്ലാ ബോർഡുകളും പ്രളയം വന്നെടുത്തുകൊണ്ട് പോയി. എന്നിട്ട് നമ്മളോട് പറഞ്ഞ അന്യന്മാരൊന്നുമില്ല, അനിയന്മാരും അനിയത്തികളേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലേ? രമണ മഹർഷിയോട് ചോദിക്കുന്നുണ്ട്, അന്യരായ ആളുകളോട് ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഇപ്പം രമണ മഹർഷി പറയുന്നുണ്ട്, ദർ ആർ നോ അതേഴ്സ്, അന്യരായ ആരുമില്ല, അങ്ങനെ പെരുമാറണമെന്ന്. അതാണതിന് മറുപടി. അയൽപ്പക്കത്ത് 3 ആളുകൾ വെള്ളത്തിലിങ്ങനെ മുങ്ങിക്കിടക്കുന്നുണ്ട്
എന്ന് പറഞ്ഞ് കരഞ്ഞ മലയാളിയെ നമ്മൾ കണ്ടത് ഒരു പ്രളയകാലത്താണ്. സൈക്കിൾ വാങ്ങാൻ എടുത്തു വെച്ച പൈസ മുഴുവനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന അനുപ്രിയ എന്ന തമിഴ് ബാലികയെ നമ്മൾ കണ്ടത് പ്രളയകാലത്താണ്. അച്ഛൻ എഴുതി കൊടുത്ത ഭൂമിയിൽ നിന്ന് 100 സെൻറ്റ് ഭൂമി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് എഴുതി കൊടുത്ത കണ്ണൂർ ജില്ലക്കാരിയായ സ്വാഹയെയും ബ്രഹ്മയെയും നമ്മൾ കണ്ടത് പ്രളയകാലത്താണ്. സുബ്രഹ്മണ്യൻ എന്നൊരാൾ മരിച്ചപ്പോൾ അയാളെ കബറടക്കാൻ വേണ്ടിയിട്ട് സെമിത്തേരിയുടെ വാതിലുകൾ തുറന്നു കൊടുത്ത പള്ളിവാസലെ പള്ളിക്കാരെ നമ്മൾ കണ്ടത് പ്രളയകാലത്താണ്. വെള്ളത്തിലിങ്ങനെ മുങ്ങി നിൽക്കുന്ന സ്ത്രീകൾക്ക് ചവിട്ടിക്കടന്നു പോകാൻ കുനിഞ്ഞു കൊടുത്ത് മുതുക് ചവിട്ടുപടിയാക്കി കൊടുത്ത ആ നീലക്കുപ്പായക്കാരൻ ജയ്സലിനെ നമ്മൾ കണ്ടത് പ്രളയകാലത്താണ്. നമുക്ക് മനസ്സിലായി മനുഷ്യൻ്റെ വല്ല എന്താണ്. അതേ മനുഷ്യനാണ് നമ്മുടെ അടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ കരയുമ്പോഴേ ഇതിങ്ങനെ തുടക്കാൻ, കണ്ണീര് തുടക്കാനുള്ള തൂവാല എന്ന് പറയുന്നത് ഈ അടുത്തുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് മനുഷ്യൻ, ആ മനുഷ്യനൊരു വിലയുണ്ട്. ജാതി, മതം, മതത്തിനകത്തെ ഗ്രൂപ്പുകൾ, നമ്മളുണ്ടാക്കുന്ന കുറേ സംഘടനകൾ, മനുഷ്യനിൽ നിന്ന് അകറ്റാൻ നമ്മൾ കണ്ടുപിടിക്കുന്ന കാരണങ്ങൾ, ഇതിനേക്കാളൊക്കെ വലുതാണ് മനുഷ്യൻ. നമ്മുടെ കുഞ്ഞു കുഞ്ഞു പിടിവാശികളെക്കാൾ വലുതാണ് മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യനെങ്ങനെന്ന് ചേർത്ത് പിടിച്ചിട്ട് ആ നെറ്റിയിൽ ഉമ്മ കൊടുത്തിട്ട് പറയണം, ഐ വാല്യൂ യു എന്ന്. ഐ ലവ് യു എന്ന് മാത്രമല്ല മനുഷ്യനോട് പറയേണ്ടത്, ഐ വാല്യൂ യു. എനിക്ക് നിങ്ങൾ പ്രിയപ്പെട്ട ഒരാളാണ് എന്ന് മാത്രമല്ല പറയേണ്ടത്, എനിക്ക് നിങ്ങൾ അത്രമേൽ വിലപ്പെട്ട ഒരാളാണ് എന്നും മനുഷ്യനോട് പറയണം. നമ്മുടെ കൈ ഇങ്ങനെ അനക്കാൻ പറ്റുന്നുണ്ടെങ്കിലേ, കൈ അനക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെയെങ്കിലും ഇങ്ങനെ ചേർത്ത് പിടിക്കണം. അതിനാണ് ഈ കൈ അനക്കാൻ പറ്റിയത്. നമ്മുടെ കാലിങ്ങനെ അനക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കാലനങ്ങാതെ ഇങ്ങനെ കിടക്കണ ഒരു മനുഷ്യനെയെങ്കിലും ഇങ്ങനെ തൊട്ട് തലോടണം. നമ്മുടെ കണ്ണ് തുറന്നിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ണ് കാണാത്ത ഒരു മനുഷ്യനെയെങ്കിലും ഇങ്ങനെ തോളിൽ പിടിച്ചിട്ട് ആശ്വസിപ്പിക്കണം. ഇതിനൊക്കെയാണ് ഇതൊക്കെ തന്നത്. വിജയിക്കുന്നവൻ്റെ കൂടെ നൃത്തമാടുമ്പോഴല്ല, തോറ്റവൻ്റെ തോളിൽ പിടിക്കുമ്പോഴാണ് ഞാനും നിങ്ങളൊക്കെ ഒരു മനുഷ്യനാവുന്നത്. വിജയിക്കുന്നവൻ്റെ കൂടെ നൃത്തമാടിക്കോളൂ, പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിക്കണം തോറ്റവൻ്റെ തോളിൽ തട്ടാൻ വേണ്ടിയിട്ട്. അവിടെയാണ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ സാധനം പുറത്തേക്ക് വരിക. ഓക്കെ, ഒരു വലിയ ഗുരു ഉണ്ട്. ആ ഗുരു എല്ലാ ദിവസവും ക്ലാസ് കഴിയുമ്പോൾ കുട്ടികളോടൊരു ചോദ്യം ചോദിക്കും. ഒരു ദിവസം ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു, രാത്രി അവസാനിച്ചു എന്നും പകൽ ആരംഭിച്ചു എന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകാറുള്ളതെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ വിദ്യാർത്ഥികൾ പറഞ്ഞു, മാഷെ ഞങ്ങൾ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അകലെ നിൽക്കുന്നത് ഒരു മരമാണോ ഒരു മനുഷ്യനാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി രാത്രി അവസാനിച്ചു പകൽ ആരംഭിച്ചു. ഗുരു പറഞ്ഞു ആ ഉത്തരം ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, ഗുരു ഞങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ അകലെ നിൽക്കുന്ന ഒരു മരം ഒരു പ്ലാവാണോ ഒരു മാവാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി രാത്രി അവസാനിച്ചു പകൽ ആരംഭിച്ചു എന്ന്. അപ്പോഴും ഗുരു പറഞ്ഞു ഉത്തരം തെറ്റാണ്. പിന്നെന്താണ് ശരി ഉത്തരം? ആ ചോദ്യത്തിന് ഗുരു പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ നിൻ്റെ സഹോദരനാണ് എന്നും മുന്നിൽ നിൽക്കുന്ന ഒരു പെണ്ണ് നിൻ്റെ പെങ്ങളാണ് എന്നും നിനക്ക് എപ്പോഴാണോ മനസ്സിലാകുന്നത് അതിൻ്റെ പേരാണ് പകൽ. അത് നിനക്ക് മനസ്സിലാവണില്ലെങ്കിൽ മുകളിൽ സൂര്യൻ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, നീ ഇരുട്ടത്താണ് എന്ന് പറയുന്നത്. ഈ ഉടപ്പിറപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോധ്യം ഉണ്ടല്ലോ, ആ ബോധ്യമാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. എന്നിങ്ങനെ ഹ്യൂമാനിറ്റി കുറഞ്ഞു വരിക നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പോലും അല്ലേ. പണ്ട് മാർക്ക് ഏറ്റവും കുറഞ്ഞ ആളുകൾ എടുക്കുന്ന വിഷയമായിരുന്നു അത്. ഇന്ന് എവിടെയാണ് ഹ്യൂമാനിറ്റി പഠിപ്പിക്കുന്നത്? നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിലുണ്ടോ? നമ്മുടെ മെഡിക്കൽ കോളേജുകളിലുണ്ടോ? ഏറ്റവും വലിയ പഠനം നടക്കുന്ന മേഖലകളിൽ എവിടെയെങ്കിലും ഹ്യൂമാനിറ്റി പഠിപ്പിക്കുന്നുണ്ടോ? മനുഷ്യനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? മനുഷ്യത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? പിന്നെ ശത്രുത ഉണ്ടാവില്ലേ, കലഹങ്ങൾ ഉണ്ടാവില്ലേ? സ്വാഭാവികമാണത്. അതുകൊണ്ട് മനുഷ്യനെന്താണെന്ന് മനുഷ്യന് പഠിക്കണം. ആണെന്താണ് പെണ്ണെന്താണെന്ന് പഠിക്കണം. മനുഷ്യൻ്റെ വില എന്താണെന്ന് അറിയണം. അപ്പോഴാണ് മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് മുന്നിൽ നിൽക്കണേ മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെ ആ മനുഷ്യനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അയാൾ എങ്ങനെയാണോ അങ്ങനെ അയാളെ സ്നേഹിക്കുന്നു.
ഒരു അറബി പാട്ടുകാരനുണ്ട്, അഹമ്മദ് ബുഖാത്തിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട് പ്രിയപ്പെട്ടവളെ കുറിച്ച്, ഭാര്യയെക്കുറിച്ച് പാടുന്ന പാട്ടാണ്. അതിലൊരു വരി ഇങ്ങനെയാണ്: ഒഹെബുക്കി കെയ്ഫ മാ കുന്തി, എൻ്റെ പ്രിയപ്പെട്ടവളെ നീ എങ്ങനെയാണോ അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്തൊരു സ്നേഹമാണത്! നീ എങ്ങനെയാണോ അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ബഷീർ പറയുന്നുണ്ട്, ഈ ലോകത്തെ തന്നെ അതിൻ്റെ പോരായ്മകളോടുകൂടി സ്നേഹിക്കണം എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾ? ഈ മനുഷ്യനെ നമുക്ക് ഉണ്ടാവുള്ളൂ. ആനന്ദങ്ങളൊക്കെ അവസാനിക്കും. ഏതൊരു കല്യാണത്തിനും ഒരു കല്യാണ പിറ്റേന്നുണ്ട് അല്ലേ? ഏതൊരു ഉത്സവത്തിനും ഒരു ഉത്സവ പിറ്റേന്നുണ്ട്. അന്ന് ഉത്സവമൊന്നും ഉണ്ടാവില്ല, കല്യാണ പിറ്റേന്ന് കല്യാണമൊന്നും ഉണ്ടാവില്ല. കസേരയൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടാവും, ടാർപ്പായ അഴിച്ചുകൊണ്ട് പോകുന്നുണ്ടാവും, ചെമ്പൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടാവും. അന്ന് കല്യാണമില്ലല്ലോ. നമ്മുടെ ഈ ജീവിതത്തിനുണ്ടൊരു പിറ്റേന്ന്, ഒരാഘോഷ പിറ്റേന്നുണ്ട്. എല്ലാം അവസാനിക്കും. നമ്മുടെ കൂടെ നമ്മുടെ ഈ പ്രിയപ്പെട്ടവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവസാന നിമിഷം തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ എത്ര നേരത്തെയാണോ തിരിച്ചറിയുന്നത് അത്രയും ഈ ബന്ധങ്ങളൊക്കെ മനോഹരമാക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ വില എന്താണ് എന്ന് നമ്മൾ പിന്നെയും പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. മനുഷ്യന് വലിയൊരു വിലയുണ്ട്, വാല്യൂ ഉണ്ട് മനുഷ്യന്. അത് ഒരു കാരണത്തിൻ്റെ പേരിൽ നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. അതാണ് നേരത്തെ നമ്മൾ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നിട്ട് അധികം ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ചെമ്പാരൻ എന്നൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ കുറേ കർഷകരായ ആളുകളാണ്. ബ്രിട്ടീഷുകാർ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി നീലം മാത്രമേ കൃഷി ചെയ്യാൻ പാടുള്ളൂ. നീലം മാത്രമേ കൃഷി ചെയ്യാൻ പാടുള്ളൂ എന്ന് മാത്രമല്ല, ആ കൃഷി ചെയ്തുണ്ടാക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രം വിൽക്കുകയും വേണം. അവർ പറയണ വിലയെ കൊടുക്കുള്ളൂ. കർഷകർക്ക് വിലയിടാൻ പാടില്ല, കർഷകർക്ക് അവർക്ക് ഇഷ്ടമുള്ള കൃഷി നടത്താൻ പാടില്ല. ഇങ്ങനെ അവരാകെ കുടുങ്ങിപ്പോയി. അപ്പോഴാണ് അവരറിഞ്ഞത് ഇങ്ങനെ MK ഗാന്ധി എന്ന് പറഞ്ഞൊരാൾ വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ പോയി കാണാം. അദ്ദേഹത്തെ പോയി കണ്ടു. അവർ പറഞ്ഞു, ഞങ്ങളുടെ സമരം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. ഗാന്ധിജിക്ക് ആദ്യം അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഗാന്ധിജിയുടെ ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് ചമ്പാരൻ ഗ്രാമത്തിലെ ജനങ്ങളുടെ സമരം ഗാന്ധിജി ഏറ്റെടുത്തു. ബ്രിട്ടീഷുകാരവിടെ വിലക്കുണ്ടാക്കി. ഗാന്ധിജി അതിനെ വയലേറ്റ് ചെയ്തു. ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. പോലീസ് സ്റ്റേഷനിലായി. പോലീസ് സ്റ്റേഷൻ്റെ ചുറ്റും അവിടെയുള്ള നാട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടി. ഗാന്ധിജി അറസ്റ്റിൽ നിന്ന് ഗാന്ധിജിയെ റിമൂവ് ചെയ്ത് ഗാന്ധിജി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ആന ഉണ്ടായിരുന്നു. ആ ആനപ്പുറത്താണ് ഗാന്ധിജിയെ എങ്ങനെ കൊണ്ടുപോകുന്നത്. ചമ്പാരനിലെ ജനങ്ങൾ മുഴുവനും ഇങ്ങനെ പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട്. ഗാന്ധിജി പറയണം, ആനപ്പുറത്ത് ഇരുന്നിട്ട് ഞാൻ പിറകിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു. ആ നിമിഷത്തെക്കുറിച്ച് ആത്മകഥയിൽ ഗാന്ധി പറയണത് എങ്ങനെയാണ്: ഞാൻ എൻ്റെ രാജ്യത്തെ കണ്ടു, ഞാൻ എൻ്റെ രാജ്യത്തെ കണ്ടു. ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങൾ, ദരിദ്രരായ മനുഷ്യര്, കർഷകരായ മനുഷ്യര്, വില്ലേജുകളിൽ താമസിക്കുന്ന മനുഷ്യര്, അവരുടെ ഉള്ളിലാണ് ഇന്ത്യയുടെ ശക്തി എന്ന് ഗാന്ധിജി തിരിച്ചറിയായിരുന്നു. ആ മനുഷ്യരുടെ കൂടെ നിന്നിട്ടാണ് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം വിജയിപ്പിച്ചത്. അതേ മനുഷ്യരാണ് അടിയന്തരാവസ്ഥയെ പരാജയപ്പെടുത്തിയത്. ആ മനുഷ്യരുടെ ശക്തിയാണ് ഗാന്ധിജി തിരിച്ചറിഞ്ഞത്. 15 ഗാന്ധിജി ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞല്ലോ. 1920 തുടക്കത്തിലാണ് ഗാന്ധിജി ഈ ഗ്രാമങ്ങൾ തേടിയിട്ടുള്ളൊരു യാത്ര പുറപ്പെടുന്നത്, കാൽനട യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ മധുരയിൽ നിന്ന് ആ യാത്ര ഇങ്ങനെ തുടങ്ങുകയാണ്. കാൽനടയായി നല്ല ചൂടുള്ള സമയത്താണ് നടക്കുന്നത്. അങ്ങനെ നടന്ന് നല്ല ക്ഷീണമുള്ള സമയത്താണ് ഒരു പുഴ കണ്ടത്. ഗാന്ധിജി ആ പുഴയിലേക്ക് ഇങ്ങനെ നടന്ന് ചെന്നിട്ട്, കുറച്ച് വെള്ളമേ ഉള്ളൂ അതിൽ. ഗാന്ധിജിയുടെ തലയിലുണ്ടായിരുന്ന തൊപ്പി ഇങ്ങനെ ആ പുഴയിലേക്ക് ഇട്ടിട്ട് ഒന്ന് നനച്ചു. നനച്ചതിന് ശേഷം അത് തലയിലേക്ക് തന്നെ തിരിച്ചു വെച്ചു. തണുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാ. അങ്ങനെ തലയിലേക്ക് തന്നെ തിരിച്ചു വെച്ചപ്പോൾ ഗാന്ധിജി ഒരു കാഴ്ച കണ്ടു. ആ പുഴയുടെ അങ്ങേക്കരയിൽ ഒരു അമ്മ തുണി അലക്കുന്നുണ്ട്. സാധാരണ എല്ലാവരും തുണി അലക്കുന്നത് പോലെയല്ല അമ്മ തുണി അലക്കുന്നത്, ഉടുത്ത വസ്ത്രമാണ് അലക്കുന്നത്. ഗാന്ധിജിക്ക് മനസ്സിലായി ആ അമ്മയ്ക്ക് വേറെ വസ്ത്രമില്ല എന്ന്. ഉടനെ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ മേൽക്കുപ്പായ ഇങ്ങനെ അഴിച്ചിട്ട് ആ പുഴയിലേക്ക് ഇട്ടിട്ട് അതിങ്ങനെ ഒഴുക്കി കൊടുത്തു. അതിങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗാന്ധിജിയോട് ഇങ്ങനെ കൈകൾ ഉയർത്തി നന്ദി പറഞ്ഞു ആ പാവം അമ്മ. ആ പുഴക്കരയിൽ അവിടെ നിന്നിട്ടാണ് ഗാന്ധിജി ഒരു പ്രതിജ്ഞ എടുക്കുന്നത്.
ആ പ്രതിജ്ഞ എങ്ങനെയായിരുന്നു? എൻ്റെ നാട്ടിലെ കോടാനുകോടി മനുഷ്യന്മാർക്കും ഉടുതുണിക്ക് മറുതുണി ഉണ്ടാകുന്നത് വരെ ഞാൻ എൻ്റെ മേൽക്കുപ്പായം ധരിക്കൂല എന്ന്. 1948 ജനുവരി മാസം 30 വൈകുന്നേരം 5:17 ബിർള മന്ദിരത്തിൻ്റെ മുറ്റത്ത് 78 വയസ്സുള്ള ഗാന്ധിജി വെടിയേറ്റ് മരിച്ചു വീഴുമ്പോഴും ആ പാവം ശരീരത്തിൽ മേൽക്കുപ്പായം ഉണ്ടായിരുന്നില്ല. ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിലോ ഇന്നുണ്ടാവില്ല. അത്രയേറെ കരയണ മനുഷ്യന്മാരാ, അത്രയേറെ വേദനിക്കണ മനുഷ്യന്മാരാ. അതുകൊണ്ട് നമ്മൾ നേരത്തെ നമ്മുടെ ഒരു മിഷൻ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതൊക്കെ എന്തിനാ കണ്ടെത്തുന്നത്? നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനാണ്. വീണ് കിടക്കണ ഒരു മനുഷ്യനെയെങ്കിലും ഇങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിക്കാനാണ്. അതിനാണ് നമ്മൾ മനുഷ്യനായിട്ട് ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്. ഒരു പൂവെങ്കിലും ഇങ്ങനെ നട്ടു വളർത്തിയവനെയും ഒരു മുള്ളെങ്കിലും ഇങ്ങനെ പറിച്ചു കളഞ്ഞവനെയും മാത്രമേ ലോകം ഓർക്കുള്ളൂ, അല്ലാത്തവരാർക്കും വേണ്ട. സ്വാർത്ഥതയുടെ കെട്ടുവള്ളത്തിൽ കഴുത്തോളം മുങ്ങി നിന്ന ഒരാളും നമ്മുടെ ആരുടെയും ഓർമ്മകളിൽ ബാക്കിയായിട്ടില്ല. അവരൊന്നും ആർക്കും വേണ്ട. പക്ഷെ നല്ല ഓർമ്മകളിൽ നിന്ന് തങ്ങി നിൽക്കുന്നത് ആരാണ്? മനുഷ്യന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത ആളുകളാണ്. അതുകൊണ്ടാണ് മദർ തെരേസയുടെ ഒരു ആത്മകഥയുണ്ട്. ആ ആത്മകഥയുടെ പേര് തന്നെ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എന്നാണ്. എന്താണ്? എന്ത് രസമുള്ള പേരല്ലേ? ഏതൊരു മനുഷ്യൻ്റെയും ആത്മകഥയ്ക്ക് കൊടുക്കാൻ പറ്റിയ പേരാ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. ആ പുസ്തകത്തിൽ മദറിനോട് ചോദിക്കുന്നുണ്ട്, മദർ യഥാർത്ഥത്തിൽ ഈ ലോകത്ത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മദറിൻ്റെ മിഷൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മദർ പറയണ മറുപടി ഇങ്ങനെയാണ്: ഒന്നുമില്ല മോനെ, കുറച്ച് മനുഷ്യന്മാരുണ്ട്, അവർ മരിക്കണതിന് മുമ്പ് അവരൊന്ന് പുഞ്ചിരിക്കാൻ വേണ്ടി ഞാൻ സഹായിക്കുന്നു എന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. നിങ്ങൾ ഓ ഹെൻറിയുടെ ദ ലാസ്റ്റ് ലീഫ് എന്ന് പറഞ്ഞ കഥ കേട്ടിട്ടുണ്ടോ? കേട്ടവരുണ്ടോ? കേൾക്കാത്തവരുണ്ടല്ലേ കൂടുതൽ? കേൾക്കേണ്ട കഥയാണ്. ഓ ഹെൻറിയുടെ കഥകളൊക്കെ രസമാണ്. അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ടാവും, നമ്മൾ ഞെട്ടിച്ചു കളയും. അത്രയും ഭംഗിയുള്ള എഴുത്താണ് അദ്ദേഹത്തിൻ്റെ. ദ ലാസ്റ്റ് ലീഫ് അതുപോലെ തന്നെ. ദ ലാസ്റ്റ് ലീഫ് എന്ന് പറഞ്ഞാൽ എന്താ? അവസാനത്തെ ഇല. അവസാനത്തെ ഇല. വളരെ ദരിദ്രരായ കുറേ ആളുകൾ, ചിത്രകാരന്മാർ താമസിക്കുന്ന ഒരു കോളനിയാണ്. വളരെ പാവപ്പെട്ടവരായ കുറേ ചിത്രകാരന്മാരാണ്. അവിടെ ഒരു ചെറിയ വീടുണ്ട്. ആ ചെറിയ വീട്ടിൽ വളരെ പാവപ്പെട്ട 2 ചിത്രകാരികൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. അതിലൊരു ചിത്രകാരിക്ക് ന്യൂമോണിയ ബാധിച്ചു. നല്ല പനിയാണ്, കടുത്ത പനിയാണ്. അവൾക്കൊരു പ്രതീക്ഷയില്ല ജീവിക്കുമെന്ന്, മരിക്കും തന്നെ അവൾ വിചാരിച്ച്. അവളുടെ ജനല ഇങ്ങനെ തുറന്നു നോക്കിയാൽ പുറത്തൊരു മരം കാണാം. നല്ല വേനലായതുകൊണ്ട് ആ മരത്തിൽ നിന്ന് ഇലകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ആകെ കുറച്ച് ഇലകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പം അവളിങ്ങനെ ആലോചിക്കുകയാണ്, ആ അവസാനത്തെ ഇല താഴെ വീഴുന്ന ദിവസം ഞാനും മരിക്കും. അങ്ങനെ ഓരോ ഇലകളായി ഇങ്ങനെ കൊഴിഞ്ഞു. ആ കോളനിയിൽ വൃദ്ധനായൊരു ചിത്രകാരനുണ്ട്. അദ്ദേഹം നാട്ടുകാരോടെല്ലാം പറഞ്ഞെടുക്കുന്നൊരു കാര്യമുണ്ട്: എൻ്റെ ഏറ്റവും നല്ല ചിത്രം വരച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ, മാസ്റ്റർ പീസ് വരച്ചിട്ടേ ഞാൻ മരിക്കുള്ളൂ എന്നൊക്കെ പറയും. അദ്ദേഹം ഈ കുട്ടിയെ കാണാൻ വേണ്ടി വന്നിരുന്നു. അങ്ങനെ അവസാനത്തെ ഇല കൊഴിയുമെന്ന് അവൾ ഉറപ്പിച്ച രാത്രി ആ ഇല ഇങ്ങനെ വാടി നിൽക്കുന്നുണ്ട്, കൊഴിയാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അത് വീഴുമെന്ന് അവൾ ഉറപ്പിച്ച രാത്രി അവളിങ്ങനെ രാത്രി അവളുടെ കൂട്ടുകാരിയോട് അവളുടെ കിനാവുകളും കൗതുകങ്ങളും സങ്കടങ്ങളും ഒക്കെ പറഞ്ഞ് ഒരുപാട് നേരം കരഞ്ഞു. നാളെ രാവിലെ എന്തായാലും മോളെ ഞാൻ മരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മരണത്തിലേക്ക് അവൾ കിടന്നു. മരിക്കുമെന്ന് ഉറപ്പിച്ച് അവൾ ഉറങ്ങി. അവൾ മരിച്ചിട്ടൊന്നുമില്ല. രാവിലെ എണീറ്റു, മരിച്ചിട്ടില്ല. അവൾ ആദ്യം തന്നെ നോക്കിയത് ആ ജനല തുറന്നിട്ട് ആ ഇല കൊഴിഞ്ഞിട്ടുണ്ടോ ഇല്ലേ നോക്കി. കൊഴിഞ്ഞിട്ടില്ല. കൊഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഉണങ്ങിയിരുന്ന ഇല പച്ച ഇലയായി മാറിയിരിക്കുന്നു. വീഴുന്നതിന് പകരം ആ ഇല പച്ച ഇലയായി മാറിയിരിക്കുന്നു. അല്ലാത്ത അത്ഭുതമായി അവൾക്ക്. ഒന്നുകൂടെ പ്രതീക്ഷ വർദ്ധിച്ചു. ജീവിക്കാനുള്ള പ്രതീക്ഷ വർദ്ധിച്ചു. പ്രതീക്ഷ എന്ന ഞെട്ടിലിങ്ങനെ തൂങ്ങി നിൽക്കുന്ന മാമ്പഴത്തിൻ്റെ പേരാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അത് അറ്റുപോയ ഇത് താഴെ കിടക്കും,
വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ അവൾക്ക് കുറച്ചു കാലം കൂടി ജീവിക്കാമല്ലോ എന്നുള്ള പ്രതീക്ഷ വർദ്ധിച്ച് ആഴ്ചകൾ കഴിഞ്ഞു, ഇല കൊഴിഞ്ഞില്ല. മാസങ്ങൾ കഴിഞ്ഞു, ഇല വാടിയില്ല. പുതിയ വസന്തം വന്നു, ഇലകൾ വന്നു, മരമാകെ ഇലകളായി മാറി. അവൾ പിന്നെയും പിന്നെയും ദീർഘകാലം ജീവിച്ചു എന്നാണ് കഥ. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ആ വൃദ്ധനായ ചിത്രകാരനല്ലേ, അദ്ദേഹം വരച്ചിട്ട ചിത്രമായിരുന്നു അത്. മാസ്റ്റർ പീസ്. അത് വരയ്ക്കാൻ വേണ്ടി കയറിയ രാത്രി കുട പിടിച്ചിരുന്നു അദ്ദേഹം. എന്നിട്ടും പെട്ടെന്ന് വന്ന ഒരു ശീതക്കാറ്റിൽ കുട താഴേക്ക് മറിഞ്ഞു വീണ് മഞ്ഞുകൊണ്ട് ന്യൂമോണിയ ബാധിച്ച് ആ ചിത്രകാരൻ മരിച്ചു പോവുകയും ചെയ്തു. ഇവള് പിന്നെയും പിന്നെയും ദീർഘകാലം ജീവിച്ചു എന്നാണ് കഥ. അദ്ദേഹം മരിച്ചുപോയി. പക്ഷെ ആ മനുഷ്യൻ്റെ കൈകൾ കൊണ്ടിങ്ങനെ പതിഞ്ഞ ചിത്രമുണ്ടല്ലോ, ആ കളറുണ്ടല്ലോ, അതൊരു പെൺകുട്ടിക്ക് പ്രത്യാശയുടെ പുലർവെട്ടമായി അവളുടെ ജീവൻ ഇങ്ങനെ നിലനിർത്തുന്ന പ്രതീക്ഷയായി മാറി എന്നാണ് കഥയുടെ ഉള്ളടക്കം. ഇത്രേ നമുക്ക് ഒരു മനുഷ്യന് വേണ്ടി ചെയ്യാനുള്ളൂ. ഒരു മനുഷ്യനെങ്കിലും ഇങ്ങനെ കരയാതെ കാത്തു രക്ഷിക്കാനാ. ഒരു മനുഷ്യനെങ്കിലും ഇങ്ങനെ വീണ് കിടക്കുന്നിടത്തുനിന്ന് നമുക്കിങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിക്കാനാ. അതിനാണിത് തന്നത്. വാക്കായും വരിയായും ചിത്രമായും പാട്ടായും സേവനങ്ങളായും നമ്മൾ ഈ ലോകത്ത് നിൽക്കുന്നതേ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. കുറച്ചു മുമ്പൊരു കഥ വായിച്ചത് ഓർമ്മയിൽ വരിക. ഒരു ആശുപത്രിയിൽ കിടക്കുന്ന രണ്ടാളുകളുണ്ട്. ഒരാളിങ്ങനെ തളർന്ന് കിടക്കുന്ന ഒരാളാണ്. കഴുത്തൊന്ന് ചലിപ്പിക്കാൻ പോലും കഴിയില്ല. ഇടയ്ക്ക് വെച്ചിട്ട് ഇയാൾക്ക് വല്ലാത്ത വേദന വരും. അങ്ങനെ വേദന വരുന്ന സമയത്ത് ഇദ്ദേഹം വല്ലാതെ കരയും. വല്ലാതെ കരയുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരാളുണ്ട്, ക്യാൻസർ ബാധിച്ചൊരു ചെറുപ്പക്കാരനാണ്. അവൻ കിടക്കുന്നത് ജനാലയുടെ അരികിലാണ്. അപ്പം ഇയാളിങ്ങനെ കരയണ സമയത്ത് ഇവൻ എന്ത് ചെയ്യും? ജനാലയുടെ അപ്പുറത്ത് കാണുന്ന കാഴ്ചകളെ കുറിച്ച് ഇദ്ദേഹത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. നല്ല കഥ പോലെ പറഞ്ഞു കൊടുക്കും. മരത്തെക്കുറിച്ച്, മരത്തിലെ ചില്ലകളെക്കുറിച്ച്, ചില്ലയിൽ വന്നിരിക്കുന്ന പക്ഷികളെക്കുറിച്ച്, വഴിയിലൂടെ നടന്നു പോകുന്നവരെക്കുറിച്ച്, അവരുടെ കയ്യിലുള്ളതിനെക്കുറിച്ച്, അവരുടെ തലയിലെ ഭാണ്ഡത്തെക്കുറിച്ച്, അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ ഇങ്ങനെ കഥകളായി കേൾക്കുമ്പോൾ ഇദ്ദേഹം മെല്ലെ 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 അദ്ദേഹത്തിൻ്റെ വേദന ഇങ്ങനെ മറക്കും. അത്രയേ ഉള്ളൂ. ഒരു ദിവസം നന്നായി കഥ പറഞ്ഞ് രണ്ടാളും കിടന്നതാണ്. ആ രാത്രിയിൽ ക്യാൻസർ ബാധിച്ച ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി. വേദന കൊണ്ട് കരഞ്ഞതിലേറെ സങ്കടത്തിൽ ഇദ്ദേഹം അന്ന് കരഞ്ഞു. പിറ്റേ ദിവസം വന്ന നഴ്സിനോട് ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ ചങ്ങാതി എന്തായാലും മരിച്ചു. എൻ്റെ ചങ്ങാതി കിടന്ന ആ ജനാലയുടെ അരികിലേക്ക് എന്നെ ഒന്ന് നീക്കി കിടത്തുമോ എന്ന് ചോദിച്ചു. നഴ്സ് ഇദ്ദേഹത്തെ അങ്ങോട്ട് നീക്കി കിടത്തി. മാസങ്ങൾ കഴിഞ്ഞു, കുറേ ദിവസങ്ങളെടുത്ത് ചികിത്സക്കൊടുവിൽ ഇദ്ദേഹത്തിന് മെല്ലെ കഴുത്തൊക്കെ അനക്കാൻ ഇങ്ങനെ പറ്റുന്നുണ്ട്. കഴുത്തനക്കാൻ പറ്റിയ ആദ്യത്തെ നിമിഷം തന്നെ അദ്ദേഹം ജനാലയുടെ പുറത്തേക്ക് നോക്കി. ഇത്രയും കാലം ചങ്ങാതി പറഞ്ഞു കൊടുത്ത ഒരുപാട് കഥകളുണ്ടല്ലോ, ആ കഥകളുടെ കൂടാരം കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ജനാലയുടെ പുറത്തേക്ക് നോക്കിയപ്പോഴേ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു മതിൽ മാത്രമേ ഉള്ളൂ. അപ്പം നഴ്സിനോട് ഇദ്ദേഹം ചോദിച്ചു, ഈ മതിലെന്നാ വന്നത്? നഴ്സ് പറഞ്ഞു, ആ മതിൽ ആശുപത്രി കയറ്റി അന്ന് തന്നെ ഉണ്ട് മതിൽ. ആണോ? ആ. അപ്പം എൻ്റെ ചങ്ങാതി എനിക്ക് പറഞ്ഞു തന്ന കഥകളോ? ഏത് ചങ്ങാതി? മരിച്ചുപോയ ചങ്ങാതി. എന്താ പറഞ്ഞു തന്നത്? ജനാലയുടെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ കണ്ട കഥകളായിട്ട് എനിക്ക് പറഞ്ഞു തരാറുണ്ടല്ലോ. അദ്ദേഹമോ? അതെ, അദ്ദേഹം അത് കണ്ടിട്ടുണ്ടാവില്ല. ജനാലയുടെ അപ്പുറത്തുള്ള കാഴ്ചകളെന്ന് മാത്രമല്ല, ലോകത്തൊരു കാഴ്ചയും അദ്ദേഹം കണ്ടിട്ടില്ല. അദ്ദേഹം കണ്ണ് കാണാത്തൊരു മനുഷ്യനായിരുന്നു. പക്ഷെ നഴ്സ് ഒരു കാര്യം കൂടി പറഞ്ഞു, പക്ഷെ അങ്ങനെ ഒരു ചങ്ങാതിയെ കിട്ടിയ നിങ്ങളുണ്ടല്ലോ, ഭാഗ്യവാനാണ് കേട്ടോ. കരയാൻ തുടങ്ങുമ്പോഴൊക്കെയും കഥയുടെ മയിൽപീലി കൊണ്ട് നിങ്ങളെ ചിരിപ്പിച്ച ചങ്ങാതി, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ മക്കൾക്ക് കഥകൾ ഉമ്മ പറഞ്ഞു കൊടുക്കുന്നത് പോലെ കഥകൾ കൊണ്ട് നിങ്ങളുടെ മുറിവിൽ മരുന്നൊപ്പിയ നിങ്ങളുടെ ചങ്ങാതി, ആ ചങ്ങാതിയെ കിട്ടിയ നിങ്ങൾ വലിയൊരു ഭാഗ്യവാനാണ്. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യന്മാരോടെ നമുക്കിത് ചെയ്യാനുള്ളൂ. കരയാതെ മനുഷ്യനെ ഇങ്ങനെ കാത്തു രക്ഷിക്കാനാണ് നമുക്ക് ഈ മനുഷ്യന്മാരിങ്ങനെ അടുത്ത് തന്നിട്ടുള്ളത്.
എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൂടുതലും ചെറുപ്പക്കാരാണ്. പുതിയ തലമുറയ്ക്ക് പഴയ തലമുറയേക്കാൾ നന്മയുണ്ട് എല്ലാ കാര്യത്തിലും. പഴയ ആളുകളൊക്കെ ഭയങ്കര സ്വാർത്ഥരായിരുന്നു. എല്ലാവരും അങ്ങനെയാണെന്നല്ല, സ്വാർത്ഥത നല്ലോണം ഉണ്ടായിരുന്നു. ഇന്ന് സ്വാർത്ഥത വളരെ വളരെ കുറവാണ്. 4 ആളുകളൊക്കെ ബൈക്കിലിങ്ങനെ പോകുന്നുണ്ടല്ലേ നിങ്ങൾ, കെട്ടിപ്പിടിച്ചിട്ട് അല്ലേ? ഇത് രസമുള്ള കാഴ്ചയാണ്. പോലീസ് കണ്ട പിടിക്കുകയൊക്കെ ചെയ്യട്ടെ, അങ്ങനെ പോകുന്നും വേണ്ട. പക്ഷെ ആ കാഴ്ചയുടെ സൗന്ദര്യം നിങ്ങൾ ആസ്വദിച്ച് നോക്കൂ. 5 ആൾ പോകാത്തത് സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. സ്ഥലം ഉണ്ടെങ്കിൽ 5 ആളും കൂടി അവിടെ കയറിയായിരുന്നു, ഒരാളും കൂടി കയറിയായിരുന്നു. ഈ 4 ആളൊക്കെ കെട്ടിപ്പിടിച്ച് പോകുന്ന കാഴ്ചക്ക് എന്തൊരു ഭംഗിയുണ്ടെന്ന് അറിയാം നിങ്ങൾ. സ്നേഹമാണത്. അവർക്ക് സ്വാർത്ഥതയൊന്നുമില്ല. പുതിയ കുട്ടികൾക്ക് കുറച്ചുകൂടെ കമ്പാഷൻ ഉണ്ട്, കരുണയുണ്ട്, സ്നേഹമുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ നാടുകളിലുള്ള പാലിയേറ്റീവ് ക്ലിനിക്കുകളാണ്. അവിടെയൊക്കെ ഉള്ളത് ആരാണ്? നിങ്ങളാണ്. പണ്ടൊന്നും ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നില്ലല്ലോ. കാറോടിച്ച് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് കണ്ടില്ലേ, വെയിലേറ്റ് ബക്കറ്റുമായിട്ട് കാറിൻ്റെ അടുത്തേക്ക് വരുന്ന കുട്ടികൾ, കൂടെ പഠിക്കുന്ന കുട്ടിക്ക് വീട് വെക്കാൻ, വീൽ ചെയർ വാങ്ങാൻ, ചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പൈസയ്ക്ക് പിരിക്കുന്ന ആളുകളെ കണ്ടില്ലേ? അവർക്ക് അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അവരൊന്നുകൂടി മനുഷ്യനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത് കൊണ്ടാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊണ്ടോട്ടി EMEA കോളേജിൽ ഞാൻ ഇതേ കാര്യം പറഞ്ഞ്, പുതിയ തലമുറയെക്കുറിച്ച് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ വരുന്നുണ്ട്, വീൽ ചെയറിലാണ് വരുന്നത്. ഒരു പൂമ്പാറ്റ പോലെ ഭംഗിയുള്ളൊരു മോള്. ആ ചെയർ അവളുടെ വാഹനം കൂടിയാണ്. വാങ്ങിക്കൊടുത്തത് ആരാന്നറിയോ? കൂടെ പഠിക്കുന്ന കുട്ടികൾ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ അരീക്കോട് ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുകയായിരുന്നു. എൻ്റെ ഒരു ചങ്ങാതിയെ കാത്തിട്ടിരിക്കുക. ആ സമയത്ത് കുറേ ആളുകൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ കോളേജ് പ്രായത്തിലൊക്കെ ഉള്ള ഒരാളിങ്ങനെ കയറി വന്ന്, അവൻ കയറി വരുമ്പോൾ അവൻ്റെ കയ്യിൽ അവൻ്റെ ചങ്ങാതിയുണ്ട്. അവൻ്റെ ചങ്ങാതി എങ്ങനെ എടുത്തിട്ടാണ് അവൻ വരുന്നത്? തളർന്ന് കിടക്കണ അവൻ്റെ ചങ്ങാതി, ആ ചങ്ങാതിയുടെ മാളത്തിലേക്ക് ചെന്ന് അവനിങ്ങനെ കോരിയെടുത്ത് ഇവൻ്റെ കോഫി ഷോപ്പിലേക്ക് എടുത്തുകൊണ്ട് വരികയാണ് അവൻ. ഇതൊന്നും മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. കുറച്ചുകൂടെ നന്മയുണ്ട്, കുറച്ചുകൂടെ സ്നേഹമുണ്ട്, കുറച്ചുകൂടെ സെൽഫിഷ്നെസ് ഇല്ലാത്തൊരു മനസ്സുണ്ട്. അത് തന്നെയാണ് ഈ പുതിയ തലമുറയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചയും. അതിനെ നിങ്ങൾ പിന്നെയും പിന്നെയും ഇങ്ങനെ നിലനിർത്തുകയും വേണം. വീണ് കിടക്കണ മനുഷ്യന് ഒരു കൈ കൊടുക്കണം, അത്രയേ ഉള്ളൂ. നിങ്ങൾ എത്ര വേണമെങ്കിലും വിജയിച്ച് മുകളിലേക്ക് പോയിക്കോളൂ. അപ്പോഴൊക്കെ ഈ നിങ്ങൾ തോറ്റുപോയ മനുഷ്യനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കണം. അച്ഛനില്ലാത്തത് കൊണ്ട്, അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട്, വീടില്ലാത്തത് കൊണ്ട്, പണമില്ലാത്തത് കൊണ്ട് ഒക്കെ നിസ്സഹായരായി വഴിയിൽ തങ്ങിപ്പോയ മനുഷ്യരെ കുറിച്ച്. ഹിമാലയത്തിലേക്ക് യാത്ര പോയ 2 ചങ്ങാതിമാരുടെ കഥയുണ്ട്. 2 ആളുകൾ ഇങ്ങനെ രാത്രി നല്ല മഞ്ഞു പെയ്യുന്ന സമയത്ത് തണുത്ത് വിറച്ച് ചെറിയൊരു വെളിച്ചവുമായി ഇങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വഴിയിൽ എന്തോ കിടക്കുന്നുണ്ട്. നോക്കിയപ്പോൾ അതൊരു മനുഷ്യനാണ്. അയാൾക്ക് ജീവനുണ്ടോ ഇല്ലേ അറിയണില്ല. ഒരാൾ അവിടെ ഇങ്ങനെ താഴെ ഇരുന്നിട്ട് ഇയാളുടെ കൈ ഇങ്ങനെ തിരുമ്മിക്കൊടുത്ത്, കൈ ചൂടാകുന്ന സമയത്ത് ഇയാൾക്ക് ജീവനുണ്ടെങ്കിൽ അറിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ എത്ര സമയം തിരുമ്മിയിട്ടും അയാളൊന്നും അനങ്ങുന്നു പോലും ഇല്ല. മറ്റേ ചങ്ങാതി പറഞ്ഞേ, നമുക്ക് വേഗം പോകട്ടാ, നമ്മൾ കുറേ സമയം ഇവിടെ നിന്നാൽ നമ്മൾ അയാളെ പോലെ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷെ ഇയാൾ അവിടെ നിന്ന് എഴുന്നേറ്റില്ല. ഇയാൾ പിന്നെയും കൈ തിരുമ്മി കൊടുക്കുക. മറ്റേയാൾ ഓടിപ്പോയി, മറ്റേ ചങ്ങാതി ഓടിപ്പോയി. കുറേ സമയം കഴിഞ്ഞിട്ട് ഇയാൾ അനങ്ങാതായി. പക്ഷെ അയാൾ അവിടെ ഉപേക്ഷിച്ച് പോകാൻ കഴിയണില്ല. അവസാനം ഇയാൾ ആ കിടക്കുന്ന ആളെ ഇങ്ങനെ കോരിയെടുത്ത് തോളിലിട്ടിട്ട് നടക്കാൻ തുടങ്ങി. നല്ല വേഗതയിൽ നടക്കുമ്പോൾ ഇയാളുടെ ശരീരം ചൂടാകാൻ തുടങ്ങി. ശരീരം ചൂടായി, ഷോൾഡർ ചൂടായി, അത് മുകളിലിരിക്കുന്ന ആൾക്ക് ആ ചൂട് കിട്ടാൻ തുടങ്ങി. അയാൾ അനങ്ങാൻ തുടങ്ങി. അയാൾക്ക് ജീവനുണ്ട്. അയാൾ താഴെ ഇറങ്ങി, ഇയാളോട് നന്ദി പറഞ്ഞു. 2 ആൾ ഒരുമിച്ച് നടക്കാൻ തുടങ്ങി. നടന്ന് കുറേ ദൂരം ചെന്നപ്പോൾ വഴിയിൽ ഒരാൾ കിടക്കുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതാരായിരുന്നു? നേരത്തെ പോയ ആളായിരുന്നു, ഓടിപ്പോയ ആള്. അത്രയേ ഉള്ളൂ. നമ്മളെങ്ങോട്ടേ ഓടുന്നത്? വീണ് കിടക്കണ മനുഷ്യനെ നോക്കാതെ നമ്മൾ എത്ര ഓടിയിട്ടും കാര്യമില്ലെന്നേ. തളർന്നു കിടക്കണ മനുഷ്യനെ, വീണുപോയ മനുഷ്യനെ എത്ര പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹ്യൂമാനിറ്റിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന്. നിങ്ങൾ ഈ സ്പെഷ്യൽ സ്കൂൾ കണ്ടിട്ടില്ലേ? സ്പെഷ്യൽ സ്കൂള്
ബുദ്ധിക്കൊക്കെ ചെറിയ പ്രയാസമുള്ള കുട്ടികളല്ലേ. അവരുടെ ഒരു സ്പെഷ്യൽ ഒളിമ്പിക്സ് നടന്നു ഹൈദരാബാദിൽ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ്. സുഭാഷ് ചന്ദ്രൻ അതൊരു കഥയായിട്ട് എഴുതിയിട്ടുണ്ട്, ഞാനതാണ് വായിച്ചത്. അതിങ്ങനെയാണ്, ആ ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് ഈ സ്പെഷ്യൽ കുട്ടികളാണല്ലോ, ഇവർ 10 ആളുകൾ ഇങ്ങനെ ഓടാൻ വേണ്ടി നിൽക്കുകയാണ് ട്രാക്കിൽ. പറഞ്ഞു ബിസിലടിച്ചാൽ അപ്പോൾ ഓട്ടം തുടങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരിങ്ങനെ വെയിറ്റ് ചെയ്യുക. ബിസിലടിച്ചു 10 ആളുകൾ ഒരുമിച്ച് ഓടാൻ തുടങ്ങി. ഒരുമിച്ച് ഓടുന്നതിനിടയിൽ ഒരാൾ ട്രാക്കിൽ മറിഞ്ഞു വീണ്. ഓക്കെ, ഒരാൾ ട്രാക്കിൽ മറിഞ്ഞു വീണു. ബാക്കിയുള്ള 9 ആളുകൾ എന്ത് ചെയ്തു എന്നറിയാം? ഓട്ടം നിർത്തിയിട്ട് തിരിച്ചു വന്ന് ഈ വീണ് കിടക്കുന്നവനെ ഇങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് 10 ആളുകളും ട്രാക്കിലൂടെ ഒരുമിച്ച് നടന്നു. ആർക്കും ജയിക്കണ്ട. 10 ആളുകളും തോറ്റു, 9 ആളുകളും തോറ്റു കൊടുത്തു, ഒരാൾ തോറ്റപ്പോൾ. നമ്മുടെ ലോകം എന്ന് പറയുന്നത് മത്സരങ്ങളുടെ ഒരു ലോകമാണ്. ആ മത്സരങ്ങളുടെ ലോകത്താണ് മനുഷ്യന്, കൂടെ ഇരിക്കണ മനുഷ്യൻ ഒരു മത്സര പരീക്ഷയിൽ എതിരാളിയായി മാറുന്നത്. എൻ്റെ കൂടെ പഠിക്കുന്ന ആൾ എൻ്റെ സഹപാഠിയാണ്, അല്ലാതെ മത്സര പരീക്ഷയിലെ എതിരാളിയല്ല. ഒരു ആന്ത്രോപോളജിസ്റ്റിൻ്റെ അനുഭവം വായിച്ചു ഈ അടുത്ത്. അദ്ദേഹം മനുഷ്യനെ തേടിയിട്ട് ഇങ്ങനെ പല നാടുകളിലൂടെ ഇങ്ങനെ നടക്കുന്ന ആളാണ്. അദ്ദേഹം ഒരിക്കൽ ആഫ്രിക്കയിലെ ആദിവാസികളുടെ അടുത്തെത്തി. അങ്ങനെ കുറേ ദിവസം അവരുടെ കൂടെ ജീവിച്ചു. അവരുടെ കുട്ടികളോടൊക്കെ നല്ല കമ്പനിയായി. ഒരു ദിവസം അവിടെയുള്ള കുട്ടികളൊക്കെ അദ്ദേഹം വിളിച്ചു. എന്നിട്ട് കുട്ടികൾക്ക് ഒരു മിഠായി പൊതി കാണിച്ചു കൊടുത്തു. എന്നിട്ട് ആ മിഠായി പൊതി ഒരു മരത്തിൻ്റെ താഴെ വെച്ചു. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, ഒരു 100 മീറ്റർ അകലെ കുട്ടികളെങ്ങനെ വരി വരിയാക്കി നിർത്തിയിട്ട് കുട്ടികളോട് പറഞ്ഞു, ഞാൻ വിസിലടിക്കുന്ന സമയത്ത് എല്ലാവരും ഓടണം. ഓടിയിട്ട് ആദ്യം ആരാണോ മിഠായി പൊതിയുടെ അടുത്തെത്തിയിട്ട് മിഠായി എടുക്കുന്നത് അയാൾക്ക് മുഴുവൻ മിഠായിയും കഴിക്കാമെന്ന് പറഞ്ഞു. കുട്ടികളെല്ലാവരും സമ്മതിച്ചു. അയാളെ വിസിൽ കാത്ത് കുട്ടികളെല്ലാം ഇങ്ങനെ വരി വരിയായി നിന്നു. റെഡി, 1 2 3. അദ്ദേഹം വിസിലൂതി. അദ്ദേഹത്തിൻ്റെ വിസിൽ കേട്ടപാടെ ഒറ്റ നിമിഷം കൊണ്ട് അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. എന്താണെന്നറിയോ? ഈ 10 കുട്ടികളൊരു വട്ടായി മാറി. ഓരോരുത്തരും ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് എല്ലാവരും ഒന്നായി മാറി. എന്നിട്ട് 10 ആളുകൾ ഒരുമിച്ച് നടന്നു, മിഠായി പൊതി എടുത്തു, എല്ലാവരും പങ്കിട്ട് കഴിച്ചു. ആർക്കും ജയിക്കണ്ട. അമ്പരന്ന് നിൽക്കുന്ന ആ മനുഷ്യനോട് കുട്ടികൾ പറഞ്ഞു, സാറേ ഞങ്ങൾ മത്സരിക്കാറില്ല, മത്സരിക്കുമ്പോഴേ ഒരാൾക്കേ സന്തോഷം ഉണ്ടാവുള്ളൂ, മറ്റെല്ലാവരും സങ്കടപ്പെടണം, അതുകൊണ്ട് ഞങ്ങൾ മത്സരിക്കാറില്ല എന്ന് പറഞ്ഞു. മത്സരങ്ങളുടെ ഒരു ലോകമാണ് നമ്മുടെ. മത്സരിച്ചോളൂ, ജയിക്കുകയും ചെയ്തോളൂ. 10 ആളുകൾ ഓടുമ്പോൾ ഒരാളെ ജയിക്കുള്ളൂ. പക്ഷെ ആ ജയിച്ച ആൾ ആലോചിക്കണം, എൻ്റെ കൂടെ 9 ആളുകൾ ഓടിയിരുന്നു എന്ന്. അതിൻ്റെ പേരാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. ആ തോറ്റുപോയ 9 ആളുകളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് സാരല്ലട്ടോ എന്ന് പറയണം. അതിൻ്റെ പേരാണ് ഹ്യൂമാനിറ്റി. ആ ഹ്യൂമാനിറ്റിയിലേക്കാണ് പിന്നെയും നമ്മളിങ്ങനെ നടന്നെടുക്കേണ്ടത്. മനുഷ്യനെക്കുറിച്ചാണ് പിന്നെയും നമുക്ക് പറയാനും പങ്കുവെക്കാനും ഓർമ്മിപ്പിക്കുവാനുമുള്ളത്. ജീവിതം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കുറച്ച് സമയം കൊണ്ട് തീർന്നു പോകും. ഉള്ളത് മനോഹരമാകണം, നല്ല ഓർമ്മകൾ കൊണ്ട് ബാക്കിയാകണം. നമ്മുടെ ഓരോ കൂട്ടായ്മകളും നമ്മുടെ ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങളും മനുഷ്യർക്ക് നല്ലതായി ഓർമ്മകൾ ബാക്കിയാകുന്ന പ്രവർത്തനങ്ങളായി മാറണം. അതിന് പഠിച്ചവൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. എനിക്ക് നിങ്ങളുടെ അടുത്തു നിന്നുള്ള ചോദ്യങ്ങൾ കേൾക്കണമെന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനോ പറയാനോ വിമർശിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം അതിനുവേണ്ടി ചെലവഴിക്കാൻ തോന്നുന്നു.
നമ്മളെ ചോദ്യങ്ങൾ നിർബന്ധമൊന്നുമില്ല, വെറുതെ ചോദിച്ചൊന്നേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ ഒന്നാമതായി പറഞ്ഞത് എന്തായിരുന്നു? അവനവൻ്റെ ഉള്ളിലെ ഒരു സാധ്യതയെ തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ ജീവിതത്തെ മനോഹരമാക്കുക, നമ്മൾ ജീവിക്കുന്ന നിമിഷത്തെ നമ്മൾ ആനന്ദകരമാക്കുക, അത്രയേ ഉള്ളൂ. ഒരു പെൺകുട്ടിയുടെ കഥ വായിച്ചു കുറച്ച് മുമ്പ്. കഥയല്ല, സംഭവമാണ്. അത് എഴുതിയുള്ളൊരു അനുഭവമായിട്ടാണ് പറയുന്നത്. ഒരു അച്ഛൻ മരിച്ചൊരു പാവം പെൺകുട്ടിയാണ്. അമ്മ മാത്രമേ ഉള്ളൂ. അവർക്ക് ആകെയുള്ളതൊരു ചെറിയ വീടാണ്, ഓല കൊണ്ടൊക്കെ മേഞ്ഞിട്ടുള്ള ഒരു ചെറിയ വീടാണ്. അമ്മ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ പെൺകുട്ടിയെ പഠിപ്പിക്കുന്നുണ്ട്. അവളേതൊരു വലിയ കോഴ്സിനാണ് പഠിക്കുന്നത്. അമ്മ ഓരോ വീടുകളിൽ ജോലി ചെയ്തിട്ടൊക്കെയാണ് പൈസ ഉണ്ടാക്കുന്നത് ഇവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം ഇവൾ വിളിച്ചിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ, ഞാൻ വെക്കേഷന് നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ 2 കൂട്ടുകാരികളുണ്ടാവും, അമ്മക്ക് പ്രയാസം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, മോളെ, ഇരിക്കാനൊരു കസേര പോലും ഇല്ല നമ്മുടെ വീട്ടിൽ, എങ്ങനെ മോളെ ഈ വീട്ടിലേക്ക് അവരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. മോൾക്കും തോന്നി ശരിയാണല്ലോ, എങ്ങനെയാണ് വീട്ടിലേക്ക് കൊണ്ടുപോവുക? സാറില്ല, എന്തായാലും അവരെ കൊണ്ടുപോകണം. അമ്മയ്ക്കാകെ ബേജാറായി. വെക്കേഷൻ തുടങ്ങുന്നതിൻ്റെ ഒരു ആഴ്ച മുമ്പ് ഇവൾ വീട്ടിലേക്ക് എത്തി. വന്ന ഉടനെ അവൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? അവളുടെ ആ കുഞ്ഞു വീടിനെ ഒന്ന് മനോഹരമാക്കാൻ വേണ്ടി അവൾ തീരുമാനിച്ചു. അവളുടെ വീടിൻ്റെ കുറച്ച് പിറകിൽ മഞ്ഞ നിറത്തിലുള്ള കുറേ മുളകളുണ്ട്. ആ മുളകളൊക്കെ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ ഓരോരോ കമ്പുകൾ ഇങ്ങനെ മുന്നിൽ തൂക്കിയിട്ടിട്ട് ഒരു പന്തൽ പോലെയാക്കി മനോഹരമാക്കി. അവിടെ ഇങ്ങനെ പരന്ന് കിടന്ന കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ഭാഗത്തേക്കാക്കിയിട്ട് ഭംഗിയോടെ അടുക്കടുക്കായി ചെടിച്ചട്ടികൾ ഇങ്ങനെ വെച്ചു. ചിരട്ടയിലും പാത്രത്തിലും പൊട്ടിയ ടിന്നിലും ചില്ലുപാത്രത്തിലുമൊക്കെ ചെടികൾ ഓരോന്നായി ഇങ്ങനെ നിറച്ച് ആ ചെറിയ വീടിൻ്റെ ചുറ്റും അവൾ ഇങ്ങനെ വെച്ച്. കുറേ കുപ്പികൾ അവിടെ ഇവിടെയൊക്കെ കിടന്നിരുന്നു. ആ കുപ്പികളൊക്കെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ വെള്ളം നിറച്ച് കുറേ കല്ലുകളൊക്കെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ തൂക്കിയിട്ട് മുള കൊണ്ട് കുറേ ഇരിക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടാക്കി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കൂട്ടുകാരികൾ വന്നു. വലിയ വീട്ടിലെ കുട്ടികളാണ്, വലിയ പണക്കാരൊക്കെ ആയിട്ടുള്ള കുട്ടികളാണ്. അവരാ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ നല്ല സുഗന്ധമുണ്ട്. ആ സുഗന്ധത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ, അവൾ അവിടെ ഒരു ചെമ്പകം കൊണ്ടുവച്ചിരുന്നു വീടിൻ്റെ ഉള്ളിൽ. ഒരു വീട് മുഴുവനും സുഗന്ധമാകാൻ ഒറ്റ ചെമ്പകം മതി. വലിയ പണക്കാരായ ആളുകളായിട്ട് കുട്ടികളായിട്ടും ആ കുട്ടികൾക്ക് ആ വീട് വല്ലാതെ ഇഷ്ടമായി. ചെറുതാണ്, പക്ഷേ മനോഹരമാണ്. ഇത്രയാണ് നമ്മൾക്ക് ഈ നിമിഷത്തിൽ ചെയ്യാനുള്ളൂ. നമുക്ക് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അതിനെ മനോഹരമാക്കുക. കുറച്ചുകൂടി നല്ലതിലേക്ക് നമുക്ക് സ്വപ്നങ്ങളൊക്കെ കാണാം. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള വലിയ അധ്വാനവും പ്രയത്നവും ഒക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാവണം. പക്ഷേ ഈ നിമിഷത്തെ നമ്മൾ ആഘോഷിക്കണം. നമുക്ക് അസംതൃപ്തി ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ വീടിനെക്കുറിച്ച്, നമ്മുടെ സൗകര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് നമുക്കൊരു അസംതൃപ്തി ഉണ്ടാകാൻ പാടില്ല. കാരണം അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലഹരിയും. നേരത്തെ പറഞ്ഞല്ലോ, ഓഷോയുടെ ഒരു പുസ്തകത്തിൽ തന്നെ ഞാൻ വായിച്ചൊരു കഥ ഓർമ്മ വരികയാണ്. ഒരു വലിയ ഗുരുനാഥനുണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, ധാരാളം വിദ്യാർത്ഥികളുള്ളൊരു വലിയ ഗുരുവാണ്. അദ്ദേഹത്തിന് സുഖമില്ലാതായി, മരിക്കാൻ ഒരുങ്ങിക്കിടക്കുകയാണ് അദ്ദേഹം. അത്രയും സുഖമില്ലാതായി. അപ്പോൾ ഗുരു മരണത്തിൻ്റെ വെപ്രാളമൊക്കെ ഇങ്ങനെ കാണിക്കുന്നൊരു ദിവസം അദ്ദേഹത്തിൻ്റെ എല്ലാ വിദ്യാർത്ഥികളും ഗുരുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഒരാൾ മാത്രം ഓടി വന്നില്ല. അയാൾ ടൗണിലേക്ക് പോയി വണ്ടി എടുത്തിട്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചങ്ങാതിമാരൊക്കെ ചോദിക്കുന്നുണ്ട്, ഗുരുവിന് സുഖമില്ലാതായിട്ടും നീ എങ്ങോട്ടാണ് ഈ പോണത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഗുരുവിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കേക്കുണ്ട്, ആ കേക്ക് വാങ്ങാനാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് അത് അന്വേഷിച്ചു, കേക്ക് കിട്ടാനില്ല. പഴയ ടൈപ്പ് ഒരു കേക്കാണ്, ഇപ്പം അത് കിട്ടാനില്ല. അങ്ങനെ ഒരുപാട് അന്വേഷിച്ച് ഒരു പഴയ കടയിൽ നിന്ന് കേക്ക് കിട്ടി. അങ്ങനെ ആ കേക്കും കൊണ്ട് ഗുരുവിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ഗുരുവിൻ്റെ ചുണ്ടിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്ത്. ഗുരു അതിങ്ങനെ സന്തോഷത്തോടെ നുണഞ്ഞുകൊണ്ടിരിക്കുന്ന ഗുരുവിനോട്, ആ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവിനോട് അടുത്തുള്ള ഏതോ ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരുവിന് അവസാനമായിട്ട് ഞങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. അവസാനമായി എന്താണ് ഗുരുവിന് ഞങ്ങളോട് പറയാനുള്ളത്?
അപ്പോൾ ഗുരു പറഞ്ഞു, നല്ല രുചിയുള്ള കേക്ക്. ഇത് പറഞ്ഞിട്ട് ഗുരു മരിച്ചു. നല്ല രുചിയുള്ള കേക്ക്. അടുത്ത നിമിഷം നമ്മൾ മരിക്കുമെന്നുള്ളതല്ല, ഈ നിമിഷം കേക്കിന് രുചിയുണ്ട്, അത്രയേ ഉള്ളൂ. നാളെ എന്താകും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇന്നത്തെ സന്തോഷം നഷ്ടപ്പെടുത്തരുത്. കുറച്ചുകൂടി നല്ല സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണണം. എത്താവുന്ന അത്ര ഉയരങ്ങളിലേക്ക് നമ്മൾ എത്തും വേണം. പക്ഷേ ഈ നിമിഷം ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ ആസ്വദിക്കണം. അപ്പോഴേ നമുക്ക് ജീവിതത്തോട് സ്നേഹം ഉണ്ടാവുള്ളൂ. നമുക്കെന്താണ് നമ്മുടെ കയ്യിലുള്ളത്? ആ കുട്ടി വീടിനെ മനോഹരമാക്കിയതുപോലെ നമ്മുടെ കയ്യിലുള്ളതിനെ ഭംഗിയോടെ നമ്മൾ കൊണ്ടു നടക്കണം. കേടുവരാതെ കാക്കണം, കരയാതെ നോക്കണം. കരയുന്നുണ്ടെങ്കിൽ കണ്ണീര് തുടച്ചു കൊടുക്കുകയും വേണം. ഇതാണ് നമ്മളോടും നമ്മുടെ പ്രിയപ്പെട്ടവരോടും നമുക്ക് ചെയ്യാനുള്ളത്. എത്താവുന്ന അത്ര ഉയരങ്ങളിലേക്ക് നിങ്ങൾ പോയിക്കോളൂ. അപ്പോഴൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, തോറ്റുപോയ മനുഷ്യനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരിക്കണം. മനുഷ്യന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അത്രയേ ഉള്ളൂ. മനുഷ്യന് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ഈ കൂട്ടായ്മ കൊണ്ട് ഉണ്ടാവേണ്ടത് അതാണ്. മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. 1984 ഡിസംബർ 5 ഭോപ്പാൽ ദുരന്തം ഉണ്ടായത്. അറിയാലോ അല്ലേ? ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനാണ്. രാത്രി ഒരു 1 മണി 1:10 ആയിട്ടുണ്ടാവും. ഒരു പ്രത്യേക ഗന്ധം വരുന്നത്, ഒരു പ്രത്യേക തരത്തിലുള്ള മണം. ആ ഓഫീസിലൊരു സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്, ഗുലാം ദസ്തഗിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ആ സ്മെല്ല് കേട്ടിട്ട് മെല്ലെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. വല്ലാതെ ഇങ്ങനെ ശരീരം പൊള്ളുന്ന തരത്തിലുള്ളൊരു സ്മെല്ലാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി തൊട്ടപ്പുറത്തുള്ള വലിയൊരു ഫാക്ടറിയിൽ നിന്ന് വാതകം ചോർന്നതാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം നോക്കുമ്പോൾ 4 ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ആ സ്റ്റേഷനിലേക്ക് ഓടി വരുന്നുണ്ട്. വരുന്ന ചില ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴുന്നുണ്ട്. ഇദ്ദേഹം ആദ്യം തന്നെ ചെയ്തത് എന്താണെന്നറിയാം? 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ആ സ്റ്റേഷനിലേക്ക് എത്താനുള്ളൊരു തീവണ്ടിയുണ്ട്, കരൺപൂർ എക്സ്പ്രസ്. അതെങ്ങാനും അങ്ങോട്ട് വന്നാൽ മരണസംഖ്യ 10 മടങ്ങല്ല 100 മടങ്ങായി മാറും. ആ ട്രെയിനിലുള്ള മുഴുവൻ മനുഷ്യന്മാരും മരിക്കും. അദ്ദേഹം ചെയ്തത് എന്താണ്? ഉടനെ ഫോൺ ചെയ്തിട്ട് ആ ട്രെയിൻ തടഞ്ഞു വെച്ചു. എല്ലാ സ്റ്റേഷനിലേക്കും വിളിച്ച്, എല്ലാ സ്റ്റേഷനിലും വിളിച്ചിട്ട് പറഞ്ഞു, ആ എക്സ്പ്രസ് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ സ്റ്റേഷനിലേക്ക് ഓടിക്കൂടിയ ഓരോ മനുഷ്യനെയും ചെന്ന് അദ്ദേഹം പരിചരിച്ചു. ഓരോ മനുഷ്യന് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം അറിയുന്നുണ്ട്, മകൻ മരിച്ചു, ഭാര്യ മരിച്ചു, പ്രിയപ്പെട്ടവരൊക്കെ മനുഷ്യൻ മരിച്ചുപോയി. എന്നിട്ടും അദ്ദേഹം അവർ മരിച്ചു എന്നറിഞ്ഞിട്ട് പോലും അദ്ദേഹം വിശ്രമിക്കാതെ ഓരോ ആളുടെ അടുത്തും ചെന്നിട്ട് അവരെ പരിചരിക്കുകയായിരുന്നു. 2008 മരിച്ചുപോയ ഗുലാം ദസ്തഗിർ. ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നും അവിടെ മരണമടഞ്ഞവരുടെ പേരുകളും അവിടെ സേവനം നടത്തിയ ആളുകളുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ എവിടെയും ഗുലാം ദസ്തഗിറിൻ്റെ പേരില്ല. ഒരാൾ അറിയാൻ വേണ്ടിയിട്ടൊന്നല്ല മനുഷ്യനത് ചെയ്തത്. ഇതിൻ്റെ പേരാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഹിറ്റ്ലറിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ചില അർജൻറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ഡോക്ടർമാരെ വിളിക്കും. അങ്ങനെ എപ്പോഴൊക്കെയാണോ ഡോക്ടർമാർ വന്നിട്ടുള്ളത് അപ്പോഴൊക്കെയും ഡോക്ടർമാരുടെ കൂടെ ആംബുലൻസിൽ ഒരേ നഴ്സാണ് വന്നിട്ടുള്ളത്. ഒരേ നഴ്സ്. കുറേ കാലം കഴിഞ്ഞാണ് ലോകം ഒരു വലിയ കാര്യം മനസ്സിലാക്കിയത്. വന്നു പോകുന്നതിനിടയിൽ അവൾ കുറേ കുട്ടികളെ രക്ഷിച്ചിട്ടുണ്ട് എന്ന്. കുറച്ച് കുട്ടികളെന്നല്ല, 2600 കുഞ്ഞുങ്ങളെ ആ നരക ക്യാമ്പിൽ നിന്ന്, വാതക ചൂളയിൽ നിന്ന് അവൾ രക്ഷിച്ചെടുത്തു. 2600 കുഞ്ഞുങ്ങളെ. അവൾ കുട്ടികൾ കരയാതിരിക്കാൻ വേണ്ടി ചെറിയ ഉറക്കവിളിയൊക്കെ കൊടുക്കും. ചിലപ്പോൾ വീട്ടിൽ നിന്ന് നായയും കൊണ്ടുവരും, എന്നിട്ട് ഉറക്കെ കുരപ്പിക്കും. അപ്പോൾ കുട്ടികളുടെ കരച്ചിൽ കാവൽക്കാർ കേൾക്കില്ല. കുറേ കാലം കഴിഞ്ഞ് 2008 മരിക്കുന്നത്. 2008 മെയ് 12 അയേന സെല്ലർ എന്ന ആ മിടുക്കിയോടൊരു പത്രക്കാരൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെ അതിനുള്ള ധൈര്യം കിട്ടിയെന്ന്. 30 ലക്ഷം മനുഷ്യന്മാരെ കൊന്ന ആളുകൾക്ക് ഒരു നഴ്സിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഉറുമ്പിനെ കൊല്ലുന്നത് പോലെ അത്രയേ ഉള്ളൂ. അവരെങ്ങനെ അറിഞ്ഞാൽ നിങ്ങളെ കൊല്ലൂല്ലേ? ആ സാഹസം ചെയ്യാൻ എവിടെ നിന്നാണ് ധൈര്യം കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ മിടുക്കിയായ ആ പെൺകുട്ടി പറഞ്ഞൊരു മറുപടി ഉണ്ട്. അവൾ പറഞ്ഞു, ആ ധൈര്യം എനിക്ക് എൻ്റെ അച്ഛൻ തന്നതാണ്. അച്ഛനൊരു ഡോക്ടറായിരുന്നു, നല്ലൊരു ഡോക്ടറായിരുന്നു. നമ്മുടെ നിപ്പ പോലെ
ഒരു പകർച്ചപ്പനി ഉണ്ടായി നാട്ടിൽ. കുറേ ആളുകൾ മരിച്ചു വീഴുന്നത് കണ്ട് ഡോക്ടർമാരെല്ലാവരും രാജ്യം വിട്ടുപോയി. ഇദ്ദേഹം എങ്ങോട്ടും പോയില്ല. ഇദ്ദേഹം ഓരോ ആളുകളുടെയും വീടുകളിൽ കയറിയിട്ട് അവരെ പരിചരിച്ച് ശുശ്രൂഷിക്കുന്നതിനിടയിൽ, കുറേ ആളുകളെ മെല്ലെ മെല്ലെ രക്ഷിച്ചെടുക്കുന്നതിനിടയിൽ ഈ നല്ല മനുഷ്യന് പനി പിടിച്ചു. അദ്ദേഹം മരിക്കുകയും ചെയ്തു. പക്ഷെ മരിക്കുന്നതിൻ്റെ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് മകളെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് മോളോട് ഒരൊറ്റ കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? എൻ്റെ മോളെ, ഒരാളിങ്ങനെ മുങ്ങി മരിക്കുന്നത് കണ്ടല്ലേ, നിനക്ക് നീന്തൽ അറിയോ ഇല്ലേ എന്നൊന്നും നീ നോക്കരുത്, അയാളെ രക്ഷിക്കാൻ നീ എടുത്ത് ചാടണം എന്ന് പറഞ്ഞു. അതാണ് മോളെ അച്ഛൻ ചെയ്തത്. മോളും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞ് ആ കൈ മെല്ലെ മെല്ലെ ഇങ്ങനെ വിട്ടുപോയി. അതായിരുന്നു ആ അച്ഛൻ. ആ മോള് പറയണം, അച്ഛൻ തന്ന ധൈര്യമാണ് എനിക്ക്. ഞാൻ എന്നെ ഒന്നും നോക്കിയില്ല, മനുഷ്യന് വേണ്ടി എന്തെങ്കിലും ചെയ്തു. ഈ പറയണ എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ഇവിടെ ചെയ്യാനുള്ളത് അത്രയേ ഉള്ളൂ. നമുക്കെന്താണോ ദൈവം പഠിച്ചവൻ നമ്മുടെ കയ്യിലേക്ക് വെച്ച് തന്നത്, അറിവാണോ, പണമാണോ, സമയമാണോ, സാന്നിധ്യമാണോ, കഴിവുകളാണോ, പ്രതിഭകളാണോ, പാടാനും വരക്കാനും ഒക്കെ ഉള്ള കഴിവാണോ, എന്താണോ നമ്മുടെ കയ്യിലുള്ളത്, അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് മനുഷ്യന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ്. കുറഞ്ഞ പക്ഷം ഒരു മനുഷ്യനെയും വെറുക്കാതിരിക്കെങ്കിലും ചെയ്യാന്നുള്ളതാണ്. ഓരോ മനുഷ്യനും ഓരോ മനുഷ്യൻ്റേതായ രീതിശാസ്ത്രങ്ങളുണ്ടാവും. അത് അയാളുടെ കാര്യമാണ്, അത് അയാൾക്ക് വിട്ടുകൊടുക്കുക. എന്നിട്ട് ആ മനുഷ്യനെ സ്നേഹിക്കുക. ഇതേ നമുക്ക് മനുഷ്യനോട് ചെയ്യാനുള്ളൂ. അത് മാത്രമേ ബാക്കിയാവുള്ളൂ. ബാക്കിയുള്ളൊന്നും നമ്മുടെ വാശിയും നമ്മുടെ പിടിവാശികളൊക്കെ അതൊക്കെ മെല്ലെ മെല്ലെ ചരിത്രത്തിൽ അങ്ങനെ മാഞ്ഞു പോകും. നിങ്ങൾ ലിയോ ടോൾസ്റ്റോയിയെ കേട്ടിട്ടില്ലേ? ഗാന്ധിജിയെപ്പോലെ സ്വാധീനിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് അദ്ദേഹം. ചെറിയ ആളൊന്നുമല്ല, വലിയ കട്ടിയുള്ള മഹാഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. ലോകം കണ്ട വിസ്മയകരമായ പ്രതിഭകളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹം റഷ്യക്കാരനാണ്. റഷ്യയിലിങ്ങനെ യുദ്ധവും പട്ടിണിയും ഒക്കെ കാരണം വല്ലാതെ റഷ്യ ഇങ്ങനെ മെലിഞ്ഞു പോയൊരു കാലത്ത് അദ്ദേഹം അതിൻ്റെ തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാളവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അദ്ദേഹം അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ വാടിക്കിടക്കുന്നൊരു മനുഷ്യൻ, വയറൊക്കെ ഇങ്ങനെ ഒട്ടിപ്പോയിട്ടുണ്ട്, ചുണ്ടൊക്കെ ഉണങ്ങിക്കിടക്കുന്നുണ്ട്, കവിളൊക്കെ ഒട്ടിക്കിടക്കുന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് മനസ്സിലായി വിശന്നിരിക്കുന്ന ഒരാളാണ്. അയാൾക്ക് വല്ലതും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ടോൾസ്റ്റോയ് കീശയിലേക്ക് കൈയിട്ടു. പക്ഷെ കീശയിലൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് സങ്കടമായി. എന്നിട്ട് അദ്ദേഹത്തിനോടൊന്ന് പോകാൻ തോന്നുന്നില്ല. അദ്ദേഹം അയാളെ ഇങ്ങനെ തലോടി. എന്നിട്ട് പറഞ്ഞു, സോറി ബ്രദർ. അങ്ങനെ പറയണ, എൻ്റെ അനുജ എന്നോട് ക്ഷമിക്കണം, എൻ്റെ കയ്യിലൊന്നുമില്ല. ഇനി വല്ലപ്പോഴും നിങ്ങളെ കാണുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും തരും. ഇപ്പം എൻ്റെ കയ്യിലൊന്നുമില്ല കേട്ടോ, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ചെളിയും പൊടിയും മണ്ണുമൊക്കെയുള്ള ആ മനുഷ്യൻ്റെ നെറ്റിയിൽ ടോൾസ്റ്റോയ് ഉമ്മ വെച്ചു. ഒറ്റ ചുംബനം കൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു കർക്കടകമായി മാറി. അപ്പോഴാണ് ആ മനുഷ്യൻ ഇങ്ങനെ കണ്ണ് തുറന്നത്. നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളെന്തിനാ എനിക്ക് പണം തരുന്നത്? നിങ്ങളെനിക്ക് പണമൊന്നും തരണ്ട, നിങ്ങളെന്നെ അനുജാന്ന് വിളിച്ചില്ലേ, അത് മതിയെന്ന് പറഞ്ഞു. നിങ്ങളെൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചില്ലേ, കഥ മതിയെന്ന് പറഞ്ഞു. മനുഷ്യനും തമ്മിലുള്ള പാലല്ലാതെ ഈ ലോകവുമായുള്ള എന്തിനേയും നമ്മളെ ബന്ധിപ്പിക്കുന്ന, മനുഷ്യനോട് മാത്രമൊന്നുമല്ല, ഈ ലോകത്തുള്ള എന്തിനോടും നമ്മളിങ്ങനെ ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ പേരാണ് സ്നേഹം എന്ന് പറയുന്നത്. അത് അറ്റുപോയാലുണ്ടല്ലോ നമ്മൾ ഐസൊലേറ്റഡ് ആയി പോകും. അതുകൊണ്ട് ഈ സ്നേഹം എന്നുള്ള പാലം കൊണ്ട് കുറേ ആളുകളുമായി ഇങ്ങനെ കണക്റ്റ് ആവുക എന്നുള്ളത് നമ്മുടെ കൂടി ആവശ്യമാണ്. ഓക്കെ, ഇതേ ലിയോ ടോൾസ്റ്റോയ് തന്നെ എങ്ങനെയാണ് മരിച്ചത് എന്നൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭാര്യയോടുണ്ടായ ചെറിയൊരു കലഹമായിരുന്നു. ആ കലഹം വല്ലാതെ മൂർച്ഛിച്ച് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. കുറേ ദൂരങ്ങൾ നടന്ന് ഒരുപാട് ദൂരം കഴിഞ്ഞപ്പോൾ രാത്രിയായി. രാത്രി വല്ലാതെ ഇരുട്ടിയപ്പോൾ ഒരു ചെറിയ വെളിച്ചം കണ്ട് അവിടെ കയറിയിരുന്ന്. അത് റെയിൽവേ സ്റ്റേഷനായിരുന്നു. അവിടെയുള്ള സിമൻറ്റ് ബെഞ്ചിൽ ഇങ്ങനെ കിടന്ന് പാതിരാത്രിയിൽ എപ്പോഴോ മരിച്ചുപോയി. പിറ്റേന്ന് വന്ന തൂപ്പുകാരാണ് മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന ടോൾസ്റ്റോയിയുടെ മൃതദേഹം പുറത്തെടുത്തത്. രാജാവിനെ പോലെ മരിച്ചു പോകേണ്ടിയിരുന്ന മനുഷ്യനാ. എന്താ ഇങ്ങനെ മരിച്ചു പോകേണ്ടി വന്നത്? നമ്മുടെ കലഹങ്ങൾ കൊണ്ടാണ്. വീട്ടിലും നാട്ടിലും സംഘങ്ങളിലും കൂട്ടായ്മകളിലും നമുക്ക് കലഹങ്ങൾ മാത്രമേ ഉള്ളൂ.
നമുക്ക് മനുഷ്യനെ സ്നേഹിക്കാനൊന്നും നേരില്ല. അതുകൊണ്ട് മദർ തെരേസ പറയുന്നുണ്ട്, ഇഫ് യു ജഡ്ജ് പീപ്പിൾ യു ഹാവ് നോ ടൈം ടു ലവ് ദം. നിങ്ങൾ മനുഷ്യന്മാരെങ്ങനെ അളക്കാൻ നിന്നാൽ നിങ്ങൾക്ക് മനുഷ്യന്മാരെ സ്നേഹിക്കാൻ സമയം ഉണ്ടാവില്ല എന്ന്. റിയാലിറ്റിയാണത്. മനുഷ്യനെ എങ്ങനെയാണോ അങ്ങനെ മനുഷ്യനെ സ്നേഹിക്കണം. നമ്മളയാളെ ജഡ്ജ് ചെയ്യാനൊന്നും പോണ്ട, അത് അയാളുടെ കാര്യമാണ്. നമ്മളയാളെ ജഡ്ജ് ചെയ്യാൻ പോയാൽ അത് ആരാവട്ടെ, നമുക്ക് പിന്നെ സ്നേഹിക്കാൻ സമയം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ചെറിയ കലഹം വല്ലാതെ മൂർച്ഛിച്ച് വീട്ടിൽ നിന്ന് 82 കിലോമീറ്ററുകൾ അപ്പുറത്ത് 80 വയസ്സുള്ള ലിയോ ടോൾസ്റ്റോയ് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ, അപ്പസ്താവ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്, അവിടെയുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ സിമൻറ്റ് ബെഞ്ചിൽ കിടന്ന് 1910 നവംബർ 20 അർദ്ധരാത്രി അദ്ദേഹം മരിച്ചുപോയി. കലഹങ്ങൾ ഇതേ ബാക്കിയാകുള്ളൂ. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു കോളേജിലേക്ക് കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടി പോയി. കുട്ടികൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. ഒരു കുട്ടി ചോദ്യം ചോദിച്ചു, സാറേ, ഒരു 3-ാം ലോക മഹായുദ്ധം ഉണ്ടായാലേ ആറ്റം ബോംബും ഹൈഡ്രജൻ ബോംബൊക്കെ ഉപയോഗിക്കൂലേ, ഈ ലോകം മുഴുവൻ നശിക്കൂലേ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, മോനെ, 3-ാം ലോക മഹായുദ്ധത്തിൽ എന്താ ഉപയോഗിക്കുക എന്ന് എനിക്കറിയില്ല, പക്ഷെ 4-ാം ലോക മഹായുദ്ധത്തിൽ എന്താണ് ഉപയോഗിക്കുക എന്ന് എനിക്കറിയാം. അതെന്തായിരിക്കും? അത് കല്ലും വടിയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഒരു 3-ാം ലോക മഹായുദ്ധത്തോടു കൂടി നമ്മൾ ഇത്ര കാലവും നേടിയതൊക്കെ ഇല്ലാതായി പോയിട്ടുണ്ടാകും മോനെ എന്ന് പറഞ്ഞു. ഒരു കുടുംബത്തിലെ കലഹമാകട്ടെ, നമ്മുടെ സംഘങ്ങളിലെ, കൂട്ടായ്മകളിലെ, കൂട്ടുകെട്ടിലെ കലഹങ്ങളാകട്ടെ, അതൊന്നും ബാക്കിയാക്കണില്ല. അവിടെ നമുക്ക് സ്നേഹം മതി. മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെ മനുഷ്യനെ പിന്നെയും പിന്നെയും ഇങ്ങനെ സ്നേഹിക്കുക. അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഐ വാല്യൂ യു എന്ന് മനുഷ്യനോട് പറയാം. നിങ്ങൾ എനിക്ക് അത്രമേൽ വിലപ്പെട്ട ഒരാളാണ്. പ്രിയപ്പെട്ട ഒരാൾ മാത്രമല്ല, നിങ്ങളെനിക്ക് വിലപ്പെട്ട ഒരാളും കൂടിയാണ് എന്ന് മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളെ ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ അവസാനിപ്പിക്കും. ഈ കൂട്ടായ്മകൾ സജീവാക്കൂലേ? ആക്കൂലേ? ഇത് നിങ്ങളുടെ ഒരു ക്ലബ്ബാക്കിയിട്ട് നിങ്ങൾ വളർത്തണം. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു സമയം, ഇതിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന സമയം, നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പിനെസ് ഉള്ള സമയമാകുന്ന വിധത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ മാറ്റണം. ഓക്കെ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഓരോ ആൾക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാവുന്ന രൂപത്തിലുള്ളൊരു കൂട്ടായ്മയായിരിക്കണം. എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഓർമ്മ ഇതായിരിക്കും, ഏറ്റവും നല്ല സൗഹൃദപ്പെടുന്നതായിരിക്കും. ഇതിൻ്റെ പേര് തന്നെ നല്ല രസമുള്ളൊരു പേരാ അല്ലേ, സമത. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യനാണ് നമ്മുടെ ലഹരി എന്ന് പറഞ്ഞില്ലേ. സൗഹൃദങ്ങൾ എന്ത് ലഹരിയാണല്ലേ, അല്ലേ? സൗഹൃദങ്ങളിൽ മാത്രം നമുക്ക് കിട്ടുന്നൊരു വല്ലാത്ത സ്പേസ് ഉണ്ട്, ശരിയല്ലേ? സൗഹൃദങ്ങളിൽ, പ്രണയത്തിൽ പോലും അതുണ്ടാവില്ല. അതുകൊണ്ട് ഈ വിവാഹം കഴിക്കേണ്ടത് പ്രണയിച്ച ആളുകളല്ല, നല്ല സുഹൃത്തുക്കളാണ് വിവാഹം കഴിക്കേണ്ടത്. നല്ല പ്രണയങ്ങളൊന്നും വിവാഹത്തിലെത്തിയിട്ടില്ലല്ലോ. വിവാഹത്തിലെത്തിയ പ്രണയങ്ങളൊന്നും നല്ല കഥകളും പറഞ്ഞു തന്നിട്ടില്ല. നല്ല ചങ്ങാതിമാർ, നല്ല സുഹൃത്തുക്കളാണോ വിവാഹം ചെയ്തത്, അവർ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാറുണ്ട്. നമ്മളെത്രയോ ആളുകളെ കാണുന്നുണ്ടാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ സൗഹൃദം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് കിട്ടുന്ന വല്ലാത്തൊരു സ്പേസാണ്. ചിറകിനാകാശവും നീ തന്നു, നിന്നാത്മശിഖരത്തിൽ ഒരു കൂട് തന്നു എന്ന് പറഞ്ഞില്ലേ. ആത്മശിഖരത്തിലൊരു കൂട് തരുന്ന പ്രവർത്തനമാണ് സൗഹൃദം എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഗുരുവുണ്ട്, അദ്ദേഹം ഈ അടുത്ത് പറയുണ്ടായി, 2 ചങ്ങാതിമാരുടെ കഥ പറഞ്ഞ്. സംഭവിച്ചതാണ് കേട്ടോ. ചെറുപ്പം മുതൽ ചങ്ങാതിമാരാണ് രണ്ടാളും. പക്ഷെ ഒരാളുടെ മകളുടെ കല്യാണം ഗുരുവായൂർ നടക്കുന്നുണ്ട്, താലികെട്ട്. ആ കാര്യം മറ്റേ ചങ്ങാതിയോട് പറയാൻ മറന്നുപോയി.
പറയാൻ മറന്നുപോയി. അവസാനം താലികെട്ട് ഗുരുവായൂരിൽ നടന്നുകൊണ്ടിരിക്കുക. താലികെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ട് ആ ചങ്ങാതി അവിടെ നിൽക്കുന്നത്. കല്യാണം പറഞ്ഞിട്ടില്ല, പക്ഷെ അവൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവനോട് ചോദിച്ചു, നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. എൻ്റെ ഒരു ചങ്ങാതിയുടെ മകളെ കല്യാണം, അതിന് വന്നതാണ്. ഏതാണ് ആ ചങ്ങാതി? ഏത് ചങ്ങാതി? ഇവൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ കുത്തിയിട്ട് പറഞ്ഞു, എടാ തെണ്ടി, അത് നീയാണ്. എടാ തെണ്ടി എന്ന് വിളിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതിൻ്റെ പേരാണ് സൗഹൃദം എന്ന് പറയുന്നത്. കുടുംബത്തിലെ ഒരാളോടാണ് കല്യാണം പറയാതിരുന്നതെങ്കിൽ അവരാരെങ്കിലും വരുമോ? ഇതിൻ്റെ പേരാണ് സൗഹൃദം. ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും മനോഹരമായ ഒരു അനുഭവങ്ങളിൽ ഒന്നാണ് സൗഹൃദം എന്ന് പറയുന്നത്. അതുകൊണ്ട് സൗഹൃദങ്ങളാണ് ഈ ജീവിതത്തിൽ നമുക്കുണ്ടാക്കാവുന്ന ഏറ്റവും നല്ല നിധിയും ശേഖരണവും. അതാണ് നല്ല ചങ്ങാതിമാരുണ്ടാക്കിയെടുക്കുക. ആ ചങ്ങാതി അത്രമേൽ വിലപ്പെട്ട ഒരാളാണ് എന്ന് പിന്നെയും പിന്നെയും മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുക. ഓരോ ചങ്ങാത്തവും അത്രമേൽ പ്രധാനമാണ്, പ്രിയപ്പെട്ടതാണ്. ഈ കൂട്ടായ്മ നിങ്ങളുടെ ചങ്ങാത്തത്തിൻ്റെ ഒരു കൂട്ടായ്മയായി, സൗഹൃദത്തിൻ്റെ ഒരു കൂട്ടായ്മയായിട്ട് മാറിയാൽ നിങ്ങൾക്കിത് മടുക്കൂല. അതാണ്, മടുക്കൂല നിങ്ങൾക്ക്. കാരണം ചങ്ങാതിയെ നമുക്ക് മടുക്കൂലല്ലോ. യുവ തലമുറ സൗഹൃദം കൊണ്ട് ഇന്നത്തെ വഴിതെറ്റി പോകുന്നുണ്ട്. അതിന് എന്ത് ഗൈഡൻസ് കൊടുക്കാൻ പറ്റും? യുവാക്കൾ മാത്രമൊന്നുമല്ല, വലിയ ആളുകളും സൗഹൃദം കൊണ്ട് തന്നെയാണ് വഴിതെറ്റി പോകുന്നത്, അല്ലേ? നമ്മൾ ആരുമായിട്ട് കൂട്ടുകൂടുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഒരു ചങ്ങാതിക്ക് സുഗന്ധ വ്യാപാരിയാകാനും അത്തർ വിൽപ്പനക്കാരനാകാനും കൊല്ലപ്പണിക്കാരനാകാനും കഴിയും, അല്ലേ? അത്തർ വിൽപ്പനക്കാരൻ നമുക്ക് അത്തർ തന്നില്ലെങ്കിലും എന്ത് തരും? നല്ല സുഗന്ധം തരും. കൊല്ലപ്പണിക്കാരനോ ആ സൈഡിലൂടെ ഒന്നും പോകാൻ പറ്റില്ല, നമ്മളെ ഷർട്ടൊക്കെ കേടുവരും. ചില ചങ്ങാതിമാർ മരുന്ന് പോലെയാണ്, ആവശ്യത്തിനൊക്കെ മതി. ചില ചങ്ങാതിമാർ ഭക്ഷണം പോലെയാണ്, നമുക്ക് മതിയാവില്ല. രാവിലെ എത്ര വയറ് നിറച്ച് കഴിച്ചാലും ഉച്ചയ്ക്ക് നമുക്ക് പിന്നെയും വേണ്ടേ, അല്ലേ? അതുപോലെയാണ് ചില ചങ്ങാതിമാർ. അത് ഒരു ചങ്ങാതി നമുക്ക് ഒരു വിളക്കാകുന്ന ചങ്ങാതിയാവുമ്പോൾ അതിൻ്റെ പേര് ഭാഗ്യം എന്നാണ്. ജൈനമത വിശ്വാസപ്രകാരം, ജൈനമതം കേട്ടിട്ടില്ലേ? ജൈനമത വിശ്വാസപ്രകാരം ഓരോ മനുഷ്യനും ടിൻസായിട്ടാണ് ജനിക്കണതെന്നാണ്. ഓക്കെ, എനിക്കൊരു ടിൻ ബ്രദർ അല്ലെങ്കിൽ ഒരു ടിൻ സിസ്റ്റർ ലോകത്തെവിടെയോ ഉണ്ട്. അയാളെ കണ്ടെത്തലിൻ്റെ പേരാണ് സോൾമേറ്റ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ വളരെ അപൂർവമായി ഇണയായിട്ടൊക്കെ കിട്ടും, അല്ലെങ്കിൽ ചങ്ങാതിയായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഗുരുവായിട്ട് കിട്ടും. ആരെങ്കിലുമൊക്കെ ആയിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ആ നഷ്ടപ്പെട്ടു പോയ ടിൻ ബ്രദർ അല്ലെങ്കിൽ ടിൻ സിസ്റ്റർ കടന്നു വരുന്നതാണ്. നല്ലൊരു കൺസെപ്റ്റാണത്. ഒരു ചങ്ങാതി അത്രമേൽ നമ്മളോട് പൊരുത്തമുള്ള ഒരാളായി കിട്ടുക എന്ന് പറയുന്നതാണ്. അദ്ദേഹം ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നമ്മുടെ ചങ്ങാതി കാരണം നമുക്ക് നഷ്ടങ്ങളാണ് വരുന്നതെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്, നമ്മുടെ ധാർമ്മിക ജീവിതത്തിന്, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ നല്ല ശീലങ്ങൾ, ഇതിനൊക്കെ തടസ്സം നിൽക്കുന്നൊരു ചങ്ങാതിയാണെങ്കിൽ ആ ചങ്ങാതിയുടെ പേര് ചങ്ങാതി എന്നല്ല, അതൊരു നല്ല ചങ്ങാതിയല്ല. നല്ല ചങ്ങാതി നന്മയുടെ തെളിവട്ടങ്ങളിലേക്ക് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ്. നമ്മളിങ്ങനെ തോളി തട്ടിയിട്ട് ഇനി അത് ചെയ്യരുത് കേട്ടോ എന്ന് പറയുന്നവനാണ്. നമ്മൾ ശരി ചെയ്യുമ്പോൾ മാത്രം നമ്മുടെ കൂടെ നിൽക്കുന്നവനല്ല, തെറ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യല്ലേ എന്ന് പറയുന്ന ആൾ കൂടിയാണ് ഒരു ചങ്ങാതി എന്ന് പറയുന്നത്. നല്ല ചോദ്യമാണല്ലേ? ചോദ്യത്തിനൊരു കൈയോടി എടുക്കുമോ നിങ്ങൾ? ഓ, ചോദിച്ചോളൂ. ഒരു ചോദ്യം നമ്മളെ യുവാക്കൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ആരും ചോദിക്കാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്കൂൾ പരിസരം, കോളേജ് പരിസരം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മയക്കുമരുന്നാണ്. കേരളത്തിൽ ഉപയോഗിക്കുന്ന മുൻകാല അപേക്ഷിച്ചിട്ട് ഇപ്പം ഉപയോഗിക്കുന്ന മയക്കുമരുന്നിൻ്റെ അളവിൽ ഗവൺമെൻറ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ഒരുപാട് കൂടുതലാണ്. ഈ ഒരു വ്യത്യാസം വന്നത് ഈ കാലഘട്ടത്തിലാണ്. അതിന് സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? നാരായണഗുരു പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു കള്ളനെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിലേക്ക് വരുമ്പോൾ
ആ കള്ളൻ്റെ ഏറ്റവും വലിയ ഭീഷണി ആ വീട്ടിലെ നായയായിരിക്കും, അല്ലേ? അപ്പം നായ കുരക്കാൻ പാടില്ല. കുരക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കള്ളൻ എന്ത് ചെയ്യും? ഒരിറച്ചി കഷ്ണം കൊണ്ടുവരും. ആ ഇറച്ചി കഷ്ണം നായക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. നായക്ക് ഭയങ്കര സന്തോഷമായി. ഇത്രയും നല്ല കള്ളനൊക്കെ ഉണ്ട് ലോകത്ത് എന്നാണ് നായ ചിന്തിക്കുന്നത്. അങ്ങനെ കള്ളന് ഇട്ടുകൊടുത്ത ആ ഇറച്ചി കഷ്ണം നായ വളരെ ആനന്ദത്തോടെ കള്ളനോടുള്ള എല്ലാ ബഹുമാനങ്ങളോടെയും അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കള്ളൻ്റെ ജോലികളൊക്കെ ചെയ്ത് കള്ളൻ പുറത്തേക്ക് ഇറങ്ങി വരും. പുറത്തേക്ക് ഇറങ്ങി വരുന്ന കള്ളൻ ആ കൂട്ടിലേക്കൊന്ന് പാളി നോക്കും. പാളി നോക്കുമ്പോൾ കള്ളൻ കാണുന്നത് ചത്ത് കിടക്കുന്ന, ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുന്ന നായയെ ആയിരിക്കും. കള്ളൻ ഇട്ട് കൊടുത്തത് ഇറച്ചി കഷ്ണം മാത്രമായിരുന്നില്ല, അതിനകത്ത് കള്ളൻ ഒരു ചെറിയ വിഷത്തുള്ളി ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഇനി ഒരിക്കലും കുരക്കാതെയും കരയാതെയും ആ നായ ഈ ലോകത്തുനിന്ന് കടന്നുപോയി. ലഹരി വിഷമൊളിപ്പിച്ചു വെച്ച മാംസകഷ്ണങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ലഹരി നമ്മുടെ കുടുംബവും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ പ്രിയപ്പെട്ടവരുമാണ്. ഉപ്പയും ഉമ്മയാണ് ലഹരി. എനിക്കെൻ്റെ പ്രിയപ്പെട്ടവളും എൻ്റെ കുട്ടിയാണ് ലഹരി. അതിനേക്കാൾ വലിയൊരു ലഹരിയൊന്നും എനിക്കില്ല. എനിക്ക് വേണ്ടാനോ? നമ്മുടെ ബന്ധങ്ങളാണ് നമുക്ക് ലഹരി, നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മുടെ ലഹരി. ആ ലഹരിയെ നമ്മൾ തിരിച്ചറിയണം. അസ്സലാമു അലൈക്കും. ചോദ്യമല്ല ചോദിക്കുന്നത്, നേരത്തെ ഗഫൂർ സാഹിബ് പറഞ്ഞതിനെ ഒരു കൂട്ടിച്ചേർക്കുന്ന ഒരു അനുഭവമാണ് പറയാൻ പോകുന്നത്. എനിക്കൊരു പരിചയക്കാരുണ്ട്, പെരുമണ്ണയിലാണ്, കോഴിക്കോട് പെരുമണ്ണയിലുള്ള ഒരു സലീന താത്ത. ഇന്ന് അവർക്ക് 47 വയസ്സാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ജീവിതമാണ് അവരുടേത്. 10 വർഷമായിട്ട് അവർ ക്യാൻസർ പേഷ്യൻ്റാണ്, ബ്ലഡ് ക്യാൻസറാണ്. ഈ 10 വർഷത്തിനിടയിൽ അവർക്ക് ക്യാൻസർ ബാധിച്ചതിന് ശേഷം അവരുടെ അനിയത്തിക്ക് ക്യാൻസർ ബാധിച്ചു, അവർ മരിച്ചു. 3 സഹോദരിമാർക്കുള്ള ഏക സഹോദരൻ ക്യാൻസർ ബാധിച്ചു, അവരും മരിച്ചു. ഏറ്റവും ഒടുവിൽ അവരുടെ പിതാവിന് ഒരു പനി വന്നു. വേറെ ആരും ആശുപത്രിയിൽ പോകാനില്ലാത്തതുകൊണ്ട് അവർ തന്നെയാണ് ആശുപത്രിയിൽ പോയി അവരെ ചികിത്സിച്ചത്. അപ്പോൾ അവരുടെ ക്യാൻസർ വളരെ മൂർജിച്ചു. അപ്പോൾ അവരെ റീജിയണൽ ക്യാൻസർ സെൻറ്റർ രാഘവൻ എം വി രാഘവൻ ക്യാൻസർ സെൻറ്ററിൽ വന്നു ചികിത്സിച്ചു. പക്ഷേ അവരുടെ ഉപ്പ റമദാൻ കഴിഞ്ഞ ഉടനെ മരിച്ചു. അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നു, ആ സഹോദരി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഞാൻ അത്ഭുതത്തോടു കൂടി അവരുടെ ജീവിതം പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, അവരിപ്പോഴും ജീവിച്ചിരിക്കാനുള്ള കാരണം അവർക്ക് 30 വയസ്സായ സമയത്ത് അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അവരുടെ ഉദരത്തിൽ ഒരു പെൺകുട്ടി വളരുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി ജീവിച്ചു. ഇപ്പോൾ അവൾക്ക് 10 വയസ്സായ സമയത്താണ് ഇവർക്ക് ക്യാൻസർ വരുന്നത്. അതിനുശേഷം അവരുടെ ഒരു സ്വപ്നം, ഈ പെൺകുട്ടി, 2 കുട്ടികളാണുള്ളത്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും, ഈ പെൺകുട്ടിയെ മറ്റൊരാളിനെ ഏൽപ്പിക്കണം എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നം അവർ കാണാൻ തുടങ്ങി. ആ സ്വപ്നം ഇപ്പോൾ 17 വയസ്സായി ആ കുട്ടിക്ക്. എങ്ങനെയെങ്കിലും അവരെ ഒരാളെ ഏൽപ്പിക്കണം എന്ന് പറയുന്ന അവരുടെ ഒരു സ്വപ്നമാണ് അവരെപ്പോഴും ജീവിക്കാൻ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ ജീവിക്കാൻ കാരണം എന്ന ഒരു തിരിച്ചറിവ്. അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവർക്കൊരു വീടില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഈ അടുത്ത് ഞാനുമായിട്ട് അവരുടെ പരിചയം ഒരു 10 വർഷത്തെ പരിചയമുണ്ട്. ക്യാൻസർ ബാധിച്ച തന്നെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന മരുന്നിന് കൊടുക്കുന്ന ഒരു സംഖ്യയാണ് അവിടെ അധിക ആശ്രയം. അവരെ ചികിത്സിക്കുന്നത് നാരായണൻകുട്ടി വാര്യരാണ്. ചികിത്സക്കൊന്നും അവരിൽ നിന്ന് ക്യാഷൊന്നും വാങ്ങാറില്ല. വളരെ അവരുടെ ചികിത്സയൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ബന്ധത്തിൻ്റെ പേര് അവരെന്നോട് പറഞ്ഞു, ഇത്രയും കാലം ഞാൻ എൻ്റെ വീടിനെക്കുറിച്ച് ആലോചിച്ചില്ലായിരുന്നു, ഒരു ചെറ്റക്കുടിലായിരുന്നു അവർ താമസിച്ചത്. ഇപ്പോൾ എനിക്കുള്ള സ്വപ്നം എൻ്റെ മകളെ ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ആ ഒരു സ്വപ്നത്തിൽ എനിക്കൊരു ചെറിയ വീട് വേണ്ടിയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ടു. ആ സുഹൃത്ത് ഖത്തറിലുള്ള പ്രവാസിയായിരുന്നു. അദ്ദേഹം വീട് നിർമ്മിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് അവൻ്റെ ടെറസായിരുന്നു, കോൺക്രീറ്റ് ആയിരുന്നു ഇന്നലെ. പറഞ്ഞു വരുന്നത് വെച്ചാൽ അവർ ഇങ്ങനെയൊക്കെ ഒരു സ്വപ്നം കാണുകയും അങ്ങനെ ഒരു വീടെന്ന സ്വപ്നം അവർക്ക് യാഥാർത്ഥ്യമാവുകയും എൻ്റെ മകളെ മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ഒരു സ്വപ്നം കാണുകയും ചെയ്തതുകൊണ്ടാണ് ഈ ബ്ലഡ് ക്യാൻസർ ബാധിച്ച് 10 വർഷത്തിന് ശേഷവും അവർ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള ഒരു വലിയ അത്ഭുതകരമായ സംഭവം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ,
പ്രതീക്ഷ എന്നൊരു ഞെട്ടിലിങ്ങനെ തൂങ്ങി നിൽക്കുന്ന മാമ്പഴത്തിൻ്റെ പേരാണ്. ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കണം. അതാണ് APJ അബ്ദുൽ കലാം പറഞ്ഞത്, ഉറങ്ങുമ്പോൾ കാണുന്നതിൻ്റെ പേരല്ല, ഉറങ്ങാൻ സമ്മതിക്കാത്തതിൻ്റെ പേരാണ് സ്വപ്നം എന്ന് പറയുന്നത്. ഉറങ്ങാൻ സമ്മതിക്കാതെ നിങ്ങളെ നിരന്തരമായി പരിശ്രമിക്കാൻ സഹായിക്കുന്ന, പ്രേരിപ്പിക്കുന്നതാണ് ശരിക്ക് എന്ത് സ്വപ്നം. ഓക്കെ. പുസ്തകത്തിൻ്റെ പേര് അത്രയല്ലേ ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. അങ്ങനെ ചോദിച്ചല്ലേ, ഈ പുസ്തകങ്ങൾ എന്ന് പറയണമെന്നല്ല, ഏതെന്ന് പറയാൻ കഴിയില്ല നമുക്ക്. ഇപ്പം നമ്മൾ ചില ഭക്ഷണത്തെക്കുറിച്ച് പറയില്ല, നല്ല രസമുണ്ടെന്ന് പറയില്ലേ, അതുപോലെ നമ്മൾ പറയില്ല നല്ല രസമുള്ള ബുക്കാണെന്ന് പറയും. ചില വായന അങ്ങനെ ഭക്ഷണം പോലെ പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കണ, പിന്നെയും വായിച്ചുകൊണ്ടിരിക്കണ പുസ്തകം ഉണ്ടാവും. നമ്മുടെ അലമാരിയിൽ കുറേ ബുക്ക് ഉണ്ടാവും, പക്ഷെ ചിലത് നമ്മൾ തൊട്ട് നോക്കിയിട്ടുണ്ടാവില്ല, പക്ഷെ ചിലത് നമ്മൾ പിന്നെയും വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് പുസ്തകങ്ങളുടെ പേര് എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ കുറച്ച് പേരുകൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അത് അത്രയും നല്ല പുസ്തകങ്ങളായതുകൊണ്ട് പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അത് വായിക്കാൻ പറ്റുമെങ്കിൽ, എനിക്കിപ്പോഴും ഇംഗ്ലീഷ് നന്നായി വായിക്കണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഡിക്ഷണറി വേണം. അത്രയും കഷ്ടപ്പെട്ടു അത് വായിക്കുന്നത്, ആ പുസ്തകം അത്രയും വിലപ്പെട്ടതും അത്രയും മനോഹരമായ ആശയങ്ങൾ അതിനകത്തുണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് ആ പുസ്തകങ്ങൾ പ്രത്യേകം ഓർമ്മിച്ച് വെക്കണം. ഡൈ എംറ്റി എന്ന് പറഞ്ഞൊരു പുസ്തകം നമ്മൾ ആദ്യം പറഞ്ഞത് ടോഡ് ഹെൻറി എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരൻ എഴുതിയതാണ്. രണ്ടാമത് പറഞ്ഞത് എ മാൻസ് സെർച്ച് മീനിങ്, അതെഴുതിയത് വിക്ടർ ഫ്രാങ്കിളാണ്. ഓക്കെ, ഞാൻ അതൊക്കെ വിട്ടിട്ട് ഒരു പുസ്തകത്തിൻ്റെ പേര് മാത്രം പറയാം. ഓക്കെ, അടുത്ത കാലത്ത് ഇറങ്ങിയൊരു പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേര് നല്ലോണം ഓർമ്മിച്ച് വെച്ചോളൂ. അത് മലയാളത്തിലേക്കും വന്നിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ പേര് ദ സീക്രട്ട് എന്നാണ്. എന്താണ്? ആ പുസ്തകത്തിൻ്റെ ചട്ടയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു മഹാരഹസ്യമാണ് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത്. ബാക്കി നിങ്ങൾ വായിച്ചോളൂ. ഞാനൊന്നും വെളിപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ എന്താ പറയുക, അതിൻ്റെ ഒരു നിങ്ങൾക്ക് ആ പുസ്തകത്തിനോടുള്ളൊരു ക്യൂരിയോസിറ്റി ഞാൻ കളയുന്നില്ല. അതിൻ്റെ ചുരുക്കത്തിൽ ഞാൻ ഇത്ര പറയാം. ചുരുക്കത്തിൽ ഇത്ര പറയാം. ഒരു 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 നിയമത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാണ്. നിയമം എന്ന് പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷനാണ്. നമ്മളൊരു കാര്യം മനസ്സിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ, ആ കാര്യം നമ്മളെ ഇങ്ങോട്ട് തേടി വരും. ഇത് വെറുതെ പറയണതല്ല, 100-300 ആളുകൾ അവരുടെ അനുഭവം വെച്ചിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങളെത്ര ആഗ്രഹിക്കുന്നുണ്ട്, ആ സംഗതി നിങ്ങളെ ഇങ്ങോട്ട് തേടി വരും. ആകർഷണ നിയമമാണ്. 300ഓളം ലോകപ്രസിദ്ധരായ ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു തരികയാണ്. 1951-ലും 1952-ലും എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി കയറിപ്പോയ ഒരാളുടെ കഥ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശ്വാസം മുട്ടിയിട്ട് തിരിച്ചു വന്ന്. അതിന് മുമ്പ് ആരും ജീവനോടെ വന്നിട്ടില്ല, എവറസ്റ്റ് കീഴടക്കിയിട്ടുമില്ല. ഇപ്പോഴും എവറസ്റ്റിലേക്ക് കയറിപ്പോകുന്ന ആളുകൾ അവരുടെ അനുഭവം പറയുന്നുണ്ട്. പട്ടാമ്പിയിലുള്ളൊരു അബ്ദുൽ നാസർ ഉണ്ട്, അദ്ദേഹം പറയുന്നുണ്ട് എവറസ്റ്റിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട്. അങ്ങനെ കയറിപ്പോകുന്ന സമയത്ത് മരിച്ചു കിടക്കുന്ന ആളുകളെ കാണാമെന്ന്. കയറിപ്പോകുന്ന സമയത്തെ സൈൻ ചെയ്യണം, ചിലപ്പോൾ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട്. അത് കയറിപ്പോകുമ്പോഴേ മരിച്ചു കിടക്കുന്ന ആളുകളെ കാണാം. കാരണം മരിച്ചു കിടക്കുന്ന ഒരാളെ തേടി കുടുംബങ്ങൾ വരില്ല. എന്നാൽ ഈ ശരീരം കേടുവരുമോ? കേടുവരില്ല, ഐസിലല്ലേ കിടക്കുന്നത്. 51-ലും 52-ലും കയറിപ്പോകുന്ന ഒരാളുടെ ധൈര്യം ആലോചിച്ച് നോക്കും നിങ്ങൾ. മിടുക്കനായ ആ ചെറുപ്പക്കാരനെ അദ്ദേഹത്തിൻ്റെ ചങ്ങാതിമാരെല്ലാം കൂടി ഒരു വലിയ സ്വീകരണം കൊടുത്ത് ഇതുപോലൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ കയറി നിന്നു. ഒറ്റ വാക്ക് പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിച്ചു. ആ വാക്ക് ഇങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റേജിൻ്റെ പിറകിൽ ഇങ്ങനെ എവറസ്റ്റിൻ്റെ വലിയൊരു ചിത്രം തൂക്കിയിട്ടിരുന്ന് ആ ചിത്രത്തിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, എവറസ്റ്റേ, നിൻ്റെ വളർച്ച അവസാനിച്ചിട്ടുണ്ട്, എൻ്റെ വളർച്ച അവസാനിച്ചിട്ടില്ല. 1953 മെയ് 29 രാവിലെ 11:29 എവറസ്റ്റിൻ്റെ ഏറ്റവും മുകളിലെത്തി 3 പതാകകൾ വീശിയിട്ട് മിടുക്കനായ ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, അവനവൻ്റെ ഉള്ളിലെ ഹെഡ്മൻ ഹിലരിയെ തിരിച്ചറിയാനാണ്.
നിങ്ങൾ എത്ര പ്രാവശ്യം വീണു പോകുന്നുണ്ട് എന്നുള്ളതല്ല, പിന്നെയും പിന്നെയും നിങ്ങൾ പിടഞ്ഞെഴുന്നേറ്റ് പിന്നെയും പിടിച്ചു കയറുന്നുണ്ടോ എന്നുള്ളതാണ് ചരിത്രം നിങ്ങളോട് ചോദിക്കാനിരിക്കുന്ന ചോദ്യം. തോറ്റുപോകുന്നുണ്ടോ എന്നുള്ളതല്ല, നിങ്ങളെത്ര പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസം അതാണ്. അവനവൻ്റെ ഉള്ളിലെ ആ സാധ്യതയെ, സ്വപ്നം കാണാനുള്ള സാധ്യതയെ, സാക്ഷാത്കരിക്കാനുള്ള സാധ്യതയെ, അവനവൻ്റെ ഉള്ളിലെ ആ പൊട്ടൻഷ്യാലിറ്റിയെ കാണിച്ചു തരാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഐ തിരിച്ചെഴുതിയാൽ എക്സ്ക്ലമേഷനാണെന്ന് പറഞ്ഞല്ലോ, ആ എക്സ്ക്ലമേഷനെ തിരിച്ചറിയാനാണ് ആ പുസ്തകം പറഞ്ഞു തരുന്നത്. അവിടെ ഞാൻ നിങ്ങൾക്ക് ആ പുസ്തകമാണ് സജസ്റ്റ് ചെയ്യുന്നത്. അത് മലയാളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ്, രഹസ്യം തന്നെയാണ് പുസ്തകത്തിൻ്റെ പേര്, ദ സീക്രട്ട് തന്നെയാണ്. നമ്മുടെ ലീഡിങ് പ്രസാധനാലയങ്ങളിലൊക്കെ ആ പുസ്തകം കിട്ടും. 390 റുപ്യ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് ആ പുസ്തകം വാങ്ങണം. അത്രയും വിലപ്പെട്ട പുസ്തകമാണ്. എൻ്റെ ചോദ്യം പ്രണയത്തെക്കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികൾ തമ്മിൽ, സഹപാഠികൾ തമ്മിലുള്ള പ്രണയവും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കുടുംബ ശൈഥില്യതയൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് സാർ അഭിപ്രായം ഒന്ന് കേൾക്കാം. പ്രണയം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രണയത്തേക്കാൾ നല്ല സൗഹൃദമാണെന്ന് അറിഞ്ഞില്ലേ? സത്യമായിട്ടും പറഞ്ഞാണ്. പ്രണയം നിങ്ങളുടെ പല സ്വപ്നങ്ങളെയും വഴിയിൽ ഉപേക്ഷിക്കാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ പ്രേരിപ്പിക്കും. കാരണം നിങ്ങൾ ഒറ്റ ഒന്നിലേക്ക് കേന്ദ്രീകരിക്കും, വേറൊന്നിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല. അതാണ് പ്രണയം എന്ന് പറയുന്നത്. ഒരു ആളുടെ സംഭവം വായിച്ചു. അദ്ദേഹം ഒരു പെണ്ണായിട്ട് പ്രണയത്തിലായി, അവൾ കല്യാണം കഴിഞ്ഞു പോയി, അവൾക്ക് കുട്ടികളും മക്കളൊക്കെ, അവളെ കാര്യം തന്നെ മറന്നുപോയി. പക്ഷെ ഇവൻ മറന്നില്ല. ഇവൻ്റെ മനസ്സ് നിറയെ അവൾ തന്നെ. എങ്ങനെയായിരുന്നു പ്രണയിച്ചത് അതേപോലെ തന്നെ മനസ്സിൽ. ഇവൻ കുറേ മഠങ്ങളിൽ പോയി, ആശ്രമങ്ങളിൽ പോയി, സന്യാസിമാരുടെ അടുത്ത് പോയി, കുറേ സൂഫി മഠങ്ങളിൽ പോയി, ഒരു സമാധാനം കിട്ടുന്നില്ല. ഇവന് മറക്കാൻ പറ്റുന്നില്ല. നമ്മുടെ സന്യാസിനിയൊക്കെ പാടിയിട്ട് നടക്കുന്ന ആൾ ഇപ്പോഴും. ചില സമയത്ത് അവന് രാത്രി ഇങ്ങനെ കടൽക്കരയിൽ പോയിരിക്കും, മാനത്തേക്ക് നോക്കിയിട്ട് കിടക്കും. ഒരു ദിവസം, എല്ലാ ദിവസവും അവൻ കാണുന്ന ഒരാളുണ്ട്, അതിലിങ്ങനെ കക്കയൊക്കെ പെറുക്കി നടക്കുന്ന വൃദ്ധനായൊരു മനുഷ്യൻ. ഒരു ദിവസം അയാൾ ഇവൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട്, എന്താ മോനെ ഇങ്ങനെ കിടക്കണത് എന്ന് ചോദിച്ചു. അവനവൻ്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു അയാളോട്. ഒരു പ്രണയ പരാജയവും അതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള വലിയ ദുഃഖവും സങ്കടവും അത് ബാക്കിയാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ നിരാശയൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവനൊരു ചോദ്യം ചോദിച്ചു അയാളോട്, നിങ്ങൾ ഇത്ര വയസ്സായിട്ടും എന്താണ് ഇത്ര നിങ്ങളുടെ മുഖത്ത് ഇത്രയും സന്തോഷമുള്ളത്? ഞാൻ ചെറുപ്പക്കാരനാണ്, എൻ്റെ മുഖത്ത് ഈ സന്തോഷമില്ല. നിങ്ങൾക്ക് വരുമാനമൊന്നുമില്ല, കക്ക പെറുക്കി കിട്ടുന്ന എന്തെങ്കിലും കുറച്ച് പൈസയല്ലേ ഉള്ളൂ, നിങ്ങൾ അതുകൊണ്ട് ഹാപ്പി ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പം അയാൾ അവൻ്റെ അരികിൽ ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, മോനെ, നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു കുളം പോലെയാണ്. നമ്മളതിലേക്ക് കല്ലിങ്ങനെ എടുത്തെറിഞ്ഞാലേ അതിങ്ങനെ ഓളം തട്ടിക്കൊണ്ടിരിക്കും, ഇളകിക്കൊണ്ടിരിക്കും. ഇപ്പം നിൻ്റെ മനസ്സിലുള്ള കല്ലെന്താണെന്നറിയോ? നീ എന്നോ നഷ്ടപ്പെട്ടു പോയൊരു പ്രണയമാണ്. ആ കല്ല് പിന്നെയും പിന്നെയും നിൻ്റെ മനസ്സാകുന്ന കുളത്തിലേക്ക് നീ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കല്ലെറിയൽ നിർത്തിയാൽ നിൻ്റെ മനസ്സ് ശാന്തമാകും. ആ കല്ലെറിയൽ നിർത്തി, ആ ഓർമ്മയുടെ തടവറയിൽ നിന്ന് മെല്ലെ മെല്ലെ പുറത്ത് കിടന്നു. അവന് സമാധാനമായിട്ട് ജീവിച്ചു. പ്രണയം ഒരു തടവറ പോലെയാണ്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞു, സൗഹൃദത്തിന് അങ്ങനെ തടവറയൊന്നുമില്ല. സൗഹൃദം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ആകാശമാണ്, ഭംഗിയുള്ള ഒരാകാശം. ഞാൻ എവിടെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, നിങ്ങളൊരു പക്ഷേ കേട്ടതായിരിക്കും. ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും കുറച്ച് മുമ്പ് ഇതിലിങ്ങനെ പോവുകയായിരുന്നു ഇതുവഴി. ഓക്കെ, മെഡിക്കൽ കോളേജിലേക്ക് പോവാണ്. കേട്ടിട്ടുണ്ടല്ലേ? ഒന്നുകൂടെ പറയട്ടെ, ഒന്നുകൂടെ പറയാമല്ലോ അല്ലേ? കറിയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ ഇതുവഴി പോകുന്ന സമയത്ത് ഈ വാഴക്കാട് എത്തിയപ്പോഴാണ്, കുറച്ച് കഴിഞ്ഞിട്ടൊരു വലിയ വളവുണ്ടല്ലോ, പാലെത്തുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വളവില്ലേ, അവിടെ എത്തിയപ്പോഴാണ് ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞത്. എന്താണ്? പേഴ്സ് എടുത്തില്ല. പിന്നെന്തിനപ്പോൾ ഞാനിത് പറയുന്നത്? പക്ഷെ എന്നാലും ഞാൻ പറയാതെ, കാരണം അതിനൊരു പ്രത്യേകത ഉണ്ടായതുകൊണ്ടാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സൗഹൃദം ഭയങ്കര രസമാണ്. എന്ത് രസമാണ് സൗഹൃദങ്ങൾ. അപ്പം ഞങ്ങൾ ആലോചിക്കുകയാണ്, പൈസ ഇല്ലാതെ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കണം.
എണ്ണ അടിക്കണം, കുറേ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അവളോട് ചോദിച്ചു എന്ത് ചെയ്യും, നമ്മുടെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്, എന്നാലും ആരോട് ചോദിക്കും എന്നുള്ളൊരു മടി. അങ്ങനെ അവൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, പെരുവയൽ ആശ്രയ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്, അവിടെ നമ്മുടെ സുഹൃത്തുണ്ട് രമ്യ, ഞങ്ങൾ രണ്ടാളെയും സുഹൃത്താണ്. അപ്പോൾ അവൾ പറഞ്ഞു രമ്യയോട് ചോദിച്ചാലോ. ആ രമ്യയോട് ചോദിക്കാം. അപ്പം തന്നെ അവൾ രമ്യയെ വിളിച്ചിട്ട് പറഞ്ഞു രമ്യ യെസ് എന്നും നോ എന്നും പറയാം, ഒരു വിഷയമുണ്ട്, പൈസ എടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രമ്യ ഇങ്ങനെ പൈസ എണ്ണീട്ടാണെന്ന് തോന്നുന്നു. ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു 3000 രൂപയുണ്ട് ഷെഫിന്, അത് മതിയോ? ആ അത് മതി എന്നാൽ നേരെ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞു താങ്ക് യു രമ്യ. അപ്പോൾ രമ്യ പറഞ്ഞതാണ് താങ്ക് യു ഞാൻ അങ്ങോട്ടല്ലേ പറയേണ്ടത്. അതെന്തേ? നിങ്ങൾക്കൊരു വിഷമം വന്നപ്പോൾ നിങ്ങൾ ഇന്നല്ലേ ഓർത്തത്? നിങ്ങൾക്ക് എത്ര ചങ്ങാതിമാരുണ്ട്, എന്നിട്ട് എന്നല്ലേ നിങ്ങൾ ഓർത്തത്? എൻ്റെ പേരാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. പ്രണയം എന്ന് പറയുന്നതൊരു തടവറയാ, അത് രസമല്ല, അത് സൗഹൃദമാണ് രസം. ഓക്കെ. അപ്പോൾ സ്കൂൾ കാലത്തും കോളേജ് കാലത്തും ഒരുപക്ഷെ ഒരിക്കലും നിങ്ങൾ അതിലേക്ക് പോകരുത്. ഇപ്പം നമ്മൾ നല്ല ചങ്ങാതിമാരായി എന്ന് വിചാരിച്ചോളൂ, നല്ല സുഹൃത്തുക്കളായി, എന്നിട്ട് നിങ്ങൾ എന്നെ വിളിച്ചിട്ട് പറയാണ് സാറേ ഞങ്ങൾ കുറച്ച് ആളുകൾ സാറിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നുണ്ട്. എത്ര പേരുണ്ടാവും? ഞങ്ങളൊരു 15 ആളുകളുണ്ടാവും. അന്ന് അവിടെ വാഴക്കാട് വന്ന പരിപാടിയിൽ പങ്കെടുത്ത ആൾക്കാരാണ്. ആ അതെ, ഞങ്ങൾക്ക് നിങ്ങളുടെ വീടൊക്കെ ഒന്ന് കാണണം. ഓക്കെ വന്നോളൂ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടേ, ഭക്ഷണം ഉണ്ടാക്കണം. എന്തുണ്ടാക്കുക? ബിരിയാണി തന്നെ ഉണ്ടാക്കുക. ബിരിയാണി തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അവൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ ഇങ്ങനെ തീരുമാനമായിക്കൊണ്ടിരിക്കുക. വീട് നിറയെ ബിരിയാണിയുടെ സുഗന്ധമാണ്. അപ്പോഴാണ് നിങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞത് സാറേ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലെത്തിയിട്ടുണ്ട്, ഒരു 10 മണിയാകുമ്പോൾ ഞങ്ങളവിടെ എത്തും, വീട്ടിലേക്ക് എത്തും എന്ന് പറഞ്ഞു. 10 മണിക്ക് എത്തുമോ? അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു 10 മണിക്ക് എത്തുമ്പോൾ ലഞ്ച് എങ്ങനെ കൊടുക്കുക, എന്തെങ്കിലും ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ നമുക്ക് ഉപ്പുമാവും ചായ ഉണ്ടാക്കുക. ആ അത് മതി, അത് ധാരാളം മതി. അങ്ങനെ അവൾ ഉപ്പുമാവും ചായ ഉണ്ടാക്കി. ആ ഉപ്പുമാവും ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അത് റെഡിയാക്കിയപ്പോഴാണ് നിങ്ങളിങ്ങനെ 10 മണിക്ക് കയറി വന്ന് ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് തരും? ബിരിയാണി എടുത്ത് തരുമോ? ബിരിയാണിയുടെ സുഗന്ധമൊക്കെ ഉണ്ട് അവിടെ ആകെ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇയാളതൊന്ന് വിളമ്പിയെങ്കിൽ എന്ന്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് എന്തേ തരുള്ളൂ? എന്താ തരുള്ളൂ? ഉപ്പുമാവിൻ്റെ സമയത്ത് ഉപ്പുമാവ് മതി അല്ലേ? ലഞ്ച് തരുമോ? ലഞ്ച് തരുമോ? നിങ്ങൾ ഉപ്പുമാവിൻ്റെ സമയത്ത് എങ്ങാണ് ലഞ്ച് കഴിച്ചാലേ നിങ്ങളുടെ ഡിന്നർ പോലും കൊളായിക്കളയും. അതുകൊണ്ട് കോളേജ് സ്കൂളൊക്കെ ഉപ്പുമാവിൻ്റെ കാലമാണ്. വലിയ രസമൊന്നും ഉണ്ടാവില്ല, എന്നാലും നമുക്ക് ഉപ്പുമാവ് മതി. ലഞ്ചിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. എനിക്ക് ഈ പരിപാടി നല്ല ഇഷ്ടമായി. ഇത്രയേറെ ആളുകൾ ശ്രവിക്കാനെത്തി. നിങ്ങളുടെ സ്നേഹത്തിനും ശ്രദ്ധയ്ക്കും, പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പത്തെക്കുറിച്ച് എപ്പോഴും പരാതികളുണ്ടാവുക. അവരുടെ സ്നേഹമാണിത്, അവരുടെ സന്നദ്ധതയാണിത്, അവരുടെ തയ്യാറെടുപ്പാണിത്. ഒരു തീരുമാനത്തിൻ്റെ, എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു തീരുമാനത്തിൻ്റെ, ഒറ്റ തീരുമാനത്തിൻ്റെ ഇപ്പുറത്താണ് നമ്മളുള്ളത്. ആ തീരുമാനം കൊണ്ട് ജീവിതാകം മാറിക്കളയും. അങ്ങനെ മാറുന്ന മനോഹരമായൊരു ജീവിതത്തിൻ്റെ പുലരിവട്ടത്തിലേക്ക് നമുക്കൊന്നിച്ചു നടക്കാം. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നമസ്കാരം, അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ പരിപാടിയിൽ ഏകദേശം 400-ലധികം 500ഓളം ആളുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഈ സദസ്സിലും ഇതിന് താഴെയായിട്ട്. അവിടെ പുറത്ത് പോകുന്ന ആളുകൾ ആദ്യം പുരുഷന്മാർ പോയതിന് ശേഷം മാത്രമേ സ്ത്രീകൾ ഇറങ്ങാവൂ എന്ന് സംഘാടന സമിതി അറിയിക്കുകയാണ്. ആദ്യം ബാക്കിലെ